അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഇബാദത്താണ്. ഒരാൾ ഒരു മതം അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയല് പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതുമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖവുരയോടെ കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത്. ഈ വീഡിയോയിൽ നമുക്ക് പഠിക്കാനുള്ളത് ഉളുഹിയത്തിനെ സംബന്ധിച്ചാണ്. ഉളുഹിയത്ത് ബലിപെരുന്നാൾ ദിവസത്തിൽ നമുക്കെല്ലാം സുപരിചിതമായ ഒരു കർമ്മമാണ് ഉളുഹിയത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉളുഹിയത്തിന് ഇപ്പം തന്നെ എല്ലാവരും തയ്യാറെടുക്കാൻ തുടങ്ങി. മൃഗങ്ങളെ വാങ്ങിക്കാനും അതുപോലെ തന്നെ ബാക്കിയുള്ള അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കാൻ തുടങ്ങിയ ഈ ഘട്ടത്തിൽ അത് എങ്ങനെ വേണമെന്ന് അറിഞ്ഞു വെക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ദുൽഹജ്ജ 10, 11, 12, 13 തീയതികളിൽ പുണ്യ ബലി നടത്തപ്പെടുന്ന മൃഗത്തിനാണ് ഉളുഹിയത്ത് എന്ന് പറയുന്നത്. ലഹിയത്ത്, ലിഹിയത്ത്, അൽഹാത്ത്, ഇൽഹാത്ത് എന്നെല്ലാം അറബി ഭാഷയിൽ അതിന് പറയാറുണ്ട്. ഉളുഹിയത്ത് അറുക്കപ്പെടുന്ന ആദ്യ സമയം ളുഹായുടെ സമയമായതിനാൽ അതിന് പറയുന്ന നാമത്തിൽ നിന്നെടുത്ത് അറുക്കപ്പെടുന്ന മൃഗത്തിന് പേരിട്ടതാണ് എന്ന് തുഹ്ഫത്തുൽ മുഹ്താജിൻ്റെ 9ാം വാള്യം 343 പേജിൽ നമുക്ക് കാണാം. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് നോക്കാം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും ത്യാഗോജ്ജലമായ സ്മരണ നിലനിർത്തുന്ന കർമ്മമാണ് ഉളുഹിയത്ത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി 86ാം വയസ്സിൽ അള്ളാഹു നൽകിയ ഓമന പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കാൻ അള്ളാഹു സ്വപ്നത്തിലൂടെ നിർദ്ദേശം നൽകുകയും അവർ ഇരുവരും ആ നിർദ്ദേശം അക്ഷരാർത്ഥത്തിൽ സ്വീകരിക്കുകയും ചെയ്തു. ഏറ്റവും വലിയ ഈ പരീക്ഷണത്തിൽ 100% അവർ വിജയിച്ചപ്പോൾ അള്ളാഹു അവർക്ക് ബലിയറുക്കാൻ ഒരാടിനെ നൽകുകയും അതിനെ അവർ സസന്തോഷം അറുക്കുകയും ചെയ്തു. അതിനെ അനുസ്മരിപ്പിക്കുന്ന കർമ്മമാണ് ഉളുഹിയത്ത്. ഇക്കാര്യം ഖുർആൻ ഇങ്ങനെയാണ് വിവരിക്കുന്നത്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ വബശർനാഹു ബിഗുലാമിൻ ഹലീം ഫലമ്മാ ബലഗ മഅഹു സയ്യ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ ഖാല യാ അബതി ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ ഫലമ്മാ അസ്ലമ വതല്ലഹു ലിൽജബീൻ ഫനാദൈനാഹു അൻ യാ ഇബ്രാഹീം
ഖദ് സദ്ദഖ്ത റുയ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ വഫദൈനാഹു ബിദിബ്ഹിൻ അളീം വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ സലാമുൻ അലാ ഇബ്രാഹീം കദാലിക നജ്സിൽ മുഹ്സിനീൻ എന്നിങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ ഈ സംഭവത്തെ വിവരിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് അല്പം വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എൻ്റെ രക്ഷിതാവേ, സൽവൃത്തരിൽ ഒരാളെ നീ എനിക്ക് പുത്രനായി പ്രദാനം ചെയ്യണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച സന്ദർഭം. അപ്പോൾ സഹനശീലനായ ഒരു കുഞ്ഞിനെ പറ്റി അദ്ദേഹത്തിന് നാം സന്തോഷ വാർത്ത അറിയിച്ചു. എന്നിട്ട് ആ കുഞ്ഞ് അദ്ദേഹത്തോടൊപ്പം പ്രയത്നിക്കാനുള്ള പ്രായമെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുഞ്ഞുമോനെ, ഞാൻ നിന്നെ അറുക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ കാണുന്നു. അതുകൊണ്ട് നോക്കൂ, എന്താണ് നീ അഭിപ്രായപ്പെടുന്നത്? ആ കുട്ടിയായ ഇസ്മായിൽ അലൈഹിസ്സലാം പറഞ്ഞു, എൻ്റെ പിതാവേ, കൽപ്പിക്കപ്പെടുന്നത് എന്തോ അത് താങ്കൾ ചെയ്തു കൊള്ളുക. അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ക്ഷമാശീലരുടെ കൂട്ടത്തിൽ താങ്കൾ എന്നെ കണ്ടെത്തുന്നതാണ്. അങ്ങനെ അവർ ഇരുവരും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെടുകയും അവനെ മേൽ ചരിച്ചു കിടത്തുകയും ചെയ്ത സന്ദർഭം നാം അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഓ ഇബ്രാഹിം, തീർച്ചയായും താങ്കൾ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. തീർച്ചയായും അപ്രകാരമാണ് സദ്വൃത്തർക്ക് നാം പ്രതിഫലം നൽകുന്നത്. ഇത് വളരെ വ്യക്തമായ ഒരു പരീക്ഷണം തന്നെയായിരുന്നു. അവന് പകരം ബലിയർപ്പിക്കാനായി മഹത്തായ ഒരു ബലിമൃഗത്തെ നാം അവർക്ക് നൽകുകയും ചെയ്തു. പിൽക്കാലക്കാരിൽ അദ്ദേഹത്തിൻ്റെ, അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സൽകീർത്തി നാം അവശേഷിപ്പിക്കുകയും ചെയ്തു. ഇബ്രാഹിമിന് സമാധാനമുണ്ടാകട്ടെ. അപ്രകാരമാണ് സൽവൃത്തർക്ക് നാം പ്രതിഫലം നൽകുന്നത്. ഈ സൂറത്ത് സാഫാത്തിലെ 100 മുതൽ 110ഓളം കൂടിയ ഈ വചനങ്ങളാണ് ഉളുഹിയത്തിൻ്റെ തെളിവ്. ചിലർ ചോദിക്കാറുണ്ട്, അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അറക്കാൻ പോയ സന്ദർഭമൊന്നും ഖുർആനിലുണ്ടോ, അതിനെന്താ തെളിവെന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വചനങ്ങൾ, സൂറത്ത് സാഫാത്ത് 100 മുതൽ 110 കൂടിയ വചനങ്ങൾ ഉളുഹിയത്തിന് തെളിവായി നമ്മുടെ ഫുഖഹ വിശദീകരിക്കുന്നു. ഏത് പുത്രനെ ബലിയർപ്പിക്കാനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം കൽപ്പിക്കപ്പെട്ടു എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയാണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം. സ്വാഫാത്ത് സൂറയിൽ ബലിയെ സംബന്ധിച്ച പരാമർശങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പ്രത്യേകം വിവരിക്കുന്നു എന്നത് ഈ അഭിപ്രായത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നു. ഹദീസുകളിൽ നിന്നും വ്യക്തമാകുന്നതും ഇത് തന്നെയാണ്. എന്നാൽ ജൂതന്മാരും ക്രൈസ്തവരുമായ പണ്ഡിതരെല്ലാം ഇസ്ഹാഖ് നബിയെയാണെന്ന പക്ഷക്കാരാണ്. മുസ്ലിം പണ്ഡിതന്മാരിൽ നിന്ന് ഇതിനൊരു വിഭാഗവും ഈ അഭിപ്രായക്കാരായിട്ടുണ്ട് എന്ന് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹുവിൻ്റെ തഫ്സീറിൽ പറയുന്നു. പെരുന്നാൾ ദിവസങ്ങളിൽ സാധുക്കളെ സഹായിക്കുക, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങൾ അനുസ്മരിക്കുക തുടങ്ങിയവയാണ് ഉളുഹിയത്തിൻ്റെ ലക്ഷ്യം. ഉളുഹിയത്ത് പുണ്യകർമ്മമാണെന്നത് ഖുർആനും സുന്നത്തും ഇജ്മാവുമായി പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതായതുകൊണ്ട് ഇതിനെ നിഷേധിക്കുകയോ അത് പാടില്ല എന്ന് പറയുകയോ ചെയ്യുന്നവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. പരിശുദ്ധ ഖുർആൻ പറയുന്നു,
ഇന്ന അദ്വൈനാക്കൽ കൗസർ ഫസല്ലി റബ്ബിക വൻഹർ ഇന്ന ഷാനിയക ഹുവൽ അബ്തർ. തീർച്ചയായും താങ്കൾക്ക് നാം ധാരാളം നേട്ടങ്ങൾ നൽകിയിരിക്കുന്നു. അതിനാൽ താങ്കൾ താങ്കളുടെ രക്ഷിതാവിന് വേണ്ടി നിസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. തീർച്ചയായും താങ്കളോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവൻ തന്നെയാണ് വാലറ്റവൻ. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക എന്ന വചനത്തെ അധികരിച്ച് ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു പറയുന്നത്, വഖദ് ബസർത സ്വലാത്ത ബിസ്വലാത്തിൽ ഈദി വന്നഹ്റു ബിൽഉഹിയത്തി. പ്രസ്തുത അധ്യായത്തിൽ പരാമർശിച്ച നിസ്കാരം പെരുന്നാൾ നിസ്കാരവും ബലികർമ്മം ഉഹിയത്തുമാണെന്ന് വിശദീകരണം നൽകപ്പെട്ടിരിക്കുന്നു. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ ളുഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബികബിശൈനി. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ നിവേദനം, വെളുപ്പ് നിറത്തിൽ കറുപ്പ് കലർന്ന കൊമ്പുള്ള 2 ആണാടുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം കൈകൊണ്ട് ഉഹിയത്ത് അറുത്തു. അടുത്ത രൂപം പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസ്മി ചൊല്ലുകയും തക്ബീർ ചൊല്ലുകയും തൻ്റെ കാല് അത് രണ്ടിൻ്റെയും വലതു പിരടിയിൽ വെക്കുകയും ചെയ്തു. തുർമുദി ഉദ്ധരിച്ച ഹദീസാണിത്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസിൻ്റെ ആശയം ഇങ്ങനെയാണ് വരുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ഹിയത്ത് അറുക്കാൻ ഉദ്ദേശിച്ചപ്പോൾ തടിച്ച വെളുപ്പ് നിറത്തിൽ കറുപ്പ് കലർന്ന കൊമ്പുള്ള 2 ആടുകളെ വാങ്ങി. ഒന്നിനെ തൗഹീദ് കൊണ്ട് സാക്ഷ്യം വഹിച്ച തൻ്റെ സമുദായത്തിൻ്റെ പേരിലും രണ്ടാമത്തേതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും കുടുംബത്തിൻ്റെയും പേരിലും അറുത്ത് കൊടുത്തിരുന്നു. ഉളുഹിയത്തിൻ്റെ പ്രാധാന്യം വിവരിക്കുന്ന ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. ബലിപെരുന്നാൾ ദിനത്തിലെ കർമ്മങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലാർഹമായത് ഉളുഹിയത്താണെന്ന് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. അതിൻ്റെ ആശയം ഇങ്ങനെയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അറവ് നടത്തുന്നതിനേക്കാൾ അള്ളാഹുവിന് പ്രിയമുള്ള ഒരു കർമ്മവും ബലിപെരുന്നാൾ ദിനത്തിൽ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയില്ല. കൊമ്പ്, രോമം, കുളമ്പ് എന്നിവയോട് കൂടി അന്ത്യദിനത്തിൽ അറവ് മൃഗം വരും. അതിൻ്റെ രക്തം ഭൂമിയിൽ വീഴുന്നതിന് മുമ്പായി അള്ളാഹു അത് സ്വീകരിക്കും. അതിനാൽ ഉദ്ഹിയത്ത് കൊണ്ട് നിങ്ങൾ സംതൃപ്തരാവുക. സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ബലിപെരുന്നാൾ ദിനത്തിൽ ഏറ്റവും പുണ്യമായ കർമ്മം ഉദ്ഹിയത്താണെന്നും എല്ലാ അവയവങ്ങൾക്കും പകരവും പ്രതിഫലം നൽകപ്പെടാനായി ദുനിയാവിലുണ്ടായിരുന്നത് പോലെ യാതൊന്നും ചുരുങ്ങാത്ത നിലയിൽ ആ മൃഗം അന്ത്യദിനത്തിൽ വരുമെന്നും സിറാത്ത് പാലം കടക്കുമ്പോൾ അത് അവൻ്റെ വാഹനമായിരിക്കുമെന്നും ഹദീസ് പഠിപ്പിക്കുന്നു. ഈ ഹദീസ് തുഹ്ഫത്തുൽ അഹ്വദിയുടെ 4 വോള്യം 145 പേജിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന മറ്റൊരു ഹദീസ്, സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരന്മാർ ചോദിച്ചു, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, എന്താണ് ഈ ഉദ്ഹിയത്തുകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു, നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചര്യയാണത്. അവർ വീണ്ടും ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾക്ക് എന്താണ് അതിലുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു,
ഓരോ രോമത്തിന് പകരവും ഒരു നന്മ ലഭിക്കും. അവർ വീണ്ടും ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, അപ്പോൾ രോമമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു, ഓരോരോ രോമത്തിന് പകരവും ഒരു നന്മ ലഭിക്കും. ബലിപെരുന്നാൾ ദിനത്തിൽ തൻ്റെയും താൻ ചെലവ് നൽകൽ നിർബന്ധമായവരുടെയും ഭക്ഷണം, വസ്ത്രം, വീട് തുടങ്ങിയ ആവശ്യങ്ങൾ കഴിഞ്ഞ് ഉളുഹിയത്ത് നിർവഹിക്കാനുള്ള സമ്പത്ത് ബാക്കി വരുന്ന ബുദ്ധിയും പ്രായപൂർത്തിയും വിവേകവുമുള്ള ഭാഗികമായിട്ടെങ്കിലും സ്വതന്ത്രനായ എല്ലാ മുസ്ലിമിനും ഉളുഹിയത്ത് അറുക്കൽ ശക്തമായ സുന്നത്താണ്. ഉളുഹിയത്ത് നിർബന്ധമാണെന്ന് വരെ അഭിപ്രായമുള്ളതിനാൽ കഴിയുന്നവർ അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്. അതിനാൽ സുന്നത്തായ സദക്കയേക്കാളും ഉത്തമമാണ് ഉളുഹിയത്ത് എന്ന് തുഹ്ഫത്തുൽ മുഹ്താജ് 9-ാം വാള്യം 344-ാം പേജിൽ പറയുന്നു. കഴിവുള്ള ഉളുഹിയത്ത് സംബന്ധമായ മദ്ഹബുകൾ വിവരിച്ച ശേഷം ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, കഴിവുള്ള വ്യക്തിക്ക് ഉളുഹിയത്ത് നിർബന്ധമാണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുണ്ട്. കഴിവുള്ളവന് ഉളുഹിയത്ത് സുന്നത്താണെന്നും മതിയായ കാരണം കൂടാതെ അത് ഉപേക്ഷിച്ചാൽ അവൻ കുറ്റക്കാരനാകുന്നതല്ല എന്നും അത് ചെയ്ത് വീട്ടിൽ അവന് നിർബന്ധമാവില്ലെന്നും ഭൂരിപക്ഷം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, അബൂ മസ്ഊദുൽ ബദ്രി റളിയല്ലാഹു അൻഹു, സയ്യിദ് ബിനുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു, അൽക്കമ റളിയല്ലാഹു അൻഹു, അസ്വദ് റളിയല്ലാഹു അൻഹു, അത്താദ് റളിയല്ലാഹു അൻഹു, മാലിക് റളിയല്ലാഹു അൻഹു, അഹ്മദ് റളിയല്ലാഹു അൻഹു, അബൂ യൂസഫ് റളിയല്ലാഹു അൻഹു, ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ ലൈസ് റളിയല്ലാഹു അൻഹു എന്നിവർ കഴിവുള്ള വ്യക്തിക്ക് ഉളുഹിയത്ത് അറുക്കൽ നിർബന്ധമാണെന്ന് അഭിപ്രായപ്പെടുന്നു. മാലിക്കി മദ്ഹബുകാരിൽ ചിലരും ഇതേ അഭിപ്രായക്കാരാണ്. എന്നാൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഉളുഹിയത്ത് നിർബന്ധമാണെന്ന് പറയുന്നത് നാട്ടിൽ താമസിക്കുന്ന സക്കാത്ത് നിർബന്ധമാകാനുള്ള നിശ്ചിത തുക ഉടമയാക്കിയ വ്യക്തിക്കാണെന്നതാണ് അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന പ്രസിദ്ധമായ അഭിപ്രായം. ശറഹ് മുസ്ലിം 7-ാം വാള്യം 127-ാം പേജ്. ഒരു വീട്ടിൽ ഒന്നിലധികം പേരുണ്ടെങ്കിൽ ഉളുഹിയത്ത് സുന്നത്ത് കിഫായയും അല്ലാത്ത പക്ഷം വ്യക്തിപരമായ സുന്നത്തുമാണ്. സുന്നത്ത് കിഫായയായ രൂപത്തിൽ അവരിൽ ഒരാൾ ഉളുഹിയത്ത് കർമ്മം നിർവഹിച്ചാൽ അവൻ്റെ വീട്ടുകാർക്കെല്ലാം സുന്നത്ത് കിഫായ എന്ന രീതിയിൽ പ്രതിഫലം ലഭിക്കും. അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പ്രബലമായി വന്ന ഒന്നാണ് അതിന് പ്രമാണം. അദ്ദേഹം പറയുന്നു, ഒരാടിനെ ഞങ്ങൾ ഉളുഹിയത്ത് അറുക്കുമായിരുന്നു. ഒരാൾ തന്നെ തൊട്ടും തൻ്റെ വീട്ടുകാരെ തൊട്ടും അതിനെ അറുക്കുമായിരുന്നു. തുർമുദി. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു എഴുതുന്നു, ഹദീസിൽ പരാമർശിച്ച അഹ്ലു ബൈത്തിന്റെ വിവക്ഷ എന്താണെന്ന് ഉളുഹിയത്തിന്റെ അധ്യായത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിവരിച്ച് കാണുന്നില്ല. എന്നാൽ വഖഫിന്റെ അധ്യായത്തിൽ അടുത്ത ബന്ധുക്കളായ സ്ത്രീ പുരുഷന്മാരാണ് അഹ്ലു ബൈത്തെന്ന് അവർ വിവരിച്ചിട്ടുണ്ട്. അതിനാൽ ഇവിടെയും ഉദ്ദേശിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരാളുടെ ചെലവിന് കീഴിൽ താമസിക്കുന്നവർ എന്നാണ് മറ്റൊരു വിശദീകരണം. അവർ ചെലവ് കൊടുക്കുന്നത് സൗജന്യമായിട്ടാണെങ്കിലും ശരി.
ഈ അഭിപ്രായത്തെയാണ് ഇമാം റംലി റളിയല്ലാഹു അൻഹു പ്രബലമാക്കിയിരിക്കുന്നത്. ഒരേ വീട്ടിൽ താമസിക്കുന്നവർ എന്നാണ് മറ്റൊരു വിശദീകരണം. അവർക്കിടയിൽ കുടുംബ ബന്ധം ഇല്ലെങ്കിലും ശരി, ആവശ്യമായ സൗകര്യങ്ങളെല്ലാം എല്ലാവർക്കും ഒന്നാണെങ്കിൽ ഒരു വീട്ടുകാരായി പരിഗണിക്കുന്നതാണ്. ഇതാണ് വിവക്ഷയെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ ചിലർ തറപ്പിച്ച് പറയുന്നുണ്ടെങ്കിലും അത് വളരെ വിദൂരമായ ഒന്നാണ് എന്ന് തുഹ്ഫ ഷർവാനി സൈതം വിശദീകമാക്കിയിരിക്കുന്നു. ഓരോരുത്തർക്കും ഉളുഹിയ്യത്ത് സുന്നത്തായിരിക്കെ അത് സുന്നത്ത് കിഫയാകും എന്നതിൻ്റെ വിവക്ഷ ഉളുഹിയ്യത്ത് സംബന്ധമായ നിർദ്ദേശം മാനിച്ചവരായി അവരെ പരിഗണിക്കപ്പെടും എന്ന് മാത്രമാണ്. ഉളുഹിയ്യത്ത് നിർവഹിച്ച പ്രതിഫലം എല്ലാവർക്കും ലഭിക്കും എന്നല്ല, പ്രതിഫലം അത് നിർവഹിച്ചവന് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് തുഹ്ഫത്തുൽ മുഹ്താജിൽ വിശദമാക്കുന്നു. മറ്റ് സുന്നത്തായ കർമ്മങ്ങൾ പോലെ നേർച്ചയാക്കുന്നതിലൂടെയും ഇതിനെ ഞാൻ ഉളുഹിയ്യത്താക്കി തുടങ്ങിയ വാചകങ്ങളിലൂടെയും നിർബന്ധമാക്കിയാൽ മാത്രമേ ഉളുഹിയ്യത്ത് നിർബന്ധ കാര്യമാകൂ എന്ന് തുഹ്ഫത്തുൽ മുഹ്താജിലും മറ്റും പറയും. അപ്പോൾ ഉളുഹിയ്യത്ത് അറുക്കണമെന്ന കരുത്തോടെ ഒരു മൃഗത്തെ വാങ്ങൽ കൊണ്ട് മാത്രം അത് ഉളുഹിയ്യത്താവുകയില്ല. കാരണം ഒരു ഇബാദത്ത് എന്ന നിലയിൽ ഉടമാവകാശം നീക്കൽ അതുകൊണ്ടുണ്ടാവുന്നില്ല. മോചിപ്പിക്കണമെന്നോ വഖഫ് ചെയ്യണമെന്നോ കരുത്തോടെ ഒരടിമയെ വാങ്ങുന്നത് പോലെ വേണം ഇതിനെയും കാണാനെന്ന് മുഗനിയിൽ വിശദീകരിക്കുന്നു. ആട്, മാട്, ഒട്ടകം എന്നിവയാണ് ഉളുഹിയ്യത്ത് അറുക്കാൻ പറ്റിയ മൃഗങ്ങൾ. മാട് എന്ന് പറഞ്ഞാൽ കാള, പോത്ത്, മൂരി, പശു, എരുമ എന്നിവയും ആടിൽ നെയ്യാട്, കോലാട് എന്നിവയും ഉൾപ്പെടും. എന്നാൽ കാട്ടുപശുവിനെയും കാട്ടുപോത്തിനെയും പറ്റില്ല. അതിന് സൗകര്യമുണ്ട് എങ്കിലും ശരി. നമ്മുടെ രാജ്യത്ത് ഈ കാട്ടുപശുവിനെയും അതുപോലെ കാട്ടുപോത്തിനെയൊക്കെ പിടിച്ചാൽ ഫോറസ്റ്റ് കേസാകും. പക്ഷേ ഞങ്ങനെ കേസാകാത്ത നാടിലാണെങ്കിൽ പോലും കാട്ടുപശുവിനെയും കാട്ടുപോത്തിനെയും ഉളുഹിയ്യത്ത് അറുക്കാൻ പറ്റില്ല. ആട്, മാട്, ഒട്ടകം അല്ലാത്തവയെ ഉളുഹിയ്യത്ത് അറുത്താൽ മതിയാവുകയില്ല എന്നതിൽ പണ്ഡിതന്മാർ ഏക അഭിപ്രായമാണ്. അത് പറയാൻ കാരണം, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എമു പോലെയുള്ള വലിയ വലിയ പക്ഷി ഐറ്റങ്ങളെ ഇറച്ചിക്ക് വേണ്ടി കൊണ്ടുവരാറുണ്ട് പലരും. അപ്പോൾ ചിലർ ചിന്തിക്കും ഒരാടിനെ കാട്ടി ഇറച്ചി ഉണ്ടാവില്ല എമുവിന്, അതിന് അർത്ഥം എന്താണ്? അതുകൊണ്ടാണ് ആട്, മാട്, ഒട്ടകം എന്നിവ മാത്രമാണ് എന്നതിൽ പണ്ഡിതന്മാർ ഏകാഭിപ്രായക്കാരാണ്. എന്നാൽ ഹസൻ ബിൻ സാലിഹ് റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ച് ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹു 7 ആളുകൾക്ക് കാട്ടുപശുവിനെയും ഒരാൾക്ക് ഒരു മാനിനെയും അറുക്കാമെന്ന് പറയുന്നുണ്ട്. കാട്ടുപശുവിൻ്റെ കാര്യത്തിൽ ദാവൂദും റളിയല്ലാഹു അൻഹു അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അത് പ്രബലമായ അഭിപ്രായമല്ല. ഉളുഹിയ്യത്തിന് മതിയാകുന്ന മൃഗങ്ങളിലൊന്നും അവയിൽ പെടാത്ത മറ്റൊന്നും ഇണചേർന്നുണ്ടായ സന്താനം മതിയാവുകയില്ല. എന്നാൽ ഉളുഹിയ്യത്ത് മൃഗങ്ങളിൽ നിന്നുള്ള 2 ഇനങ്ങൾ തമ്മിൽ ഇണചേർന്നുണ്ടായ സന്താനം മതിയാകുമെന്നതാണ് പ്രബലമായ അഭിപ്രായം. അങ്ങനെ വരുമ്പോൾ 2ൽ കൂടുതൽ വയസ്സുള്ളതിൻ്റെ വയസ്സാണ് പ്രബലമായ അഭിപ്രായ പ്രകാരം പരിഗണിക്കുക. ഇതനുസരിച്ച് നെയ്യാടും കോലാടും ഇണചേർന്നുണ്ടായ കുട്ടിക്ക് കോലാടിൻ്റെ പ്രായവും നെയ്യാടും, അതുപോലെ നെയ്യാടും മൂരിയും ഇണചേർന്നുണ്ടായ കുട്ടിയാകുമ്പോൾ മൂരിയുടെ പ്രായവുമാണ് പരിഗണിക്കേണ്ടത്.
അങ്ങനെ ചേർന്നുണ്ടായ കുട്ടി ഒരാൾക്ക് മാത്രമേ മതിയാകൂ എന്നത് വ്യക്തമാണ്. ഒട്ടകവും പശുവും ഇണചേർന്നുണ്ടായ കുട്ടിക്ക് 7 ആളുകൾക്ക് മതിയാകുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഷെർവാനി 9-ാം വാള്യം 348-ാം പേജ്. ആട്, മാട്, ഒട്ടകം എന്നിവയാണ് ഒലുഹിയത്ത് മൃഗങ്ങളെന്നും അല്ലാത്തവ അതിന് പറ്റില്ലെന്നും വിവരിച്ചുവല്ലോ. 4 മദ്ഹബുകളിലും വിധി ഇത് തന്നെയാണ്. എന്നാൽ കോഴി അറുത്താലും ഉദ്ഹിയത്ത് വീടുമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ചിലർ ഉദ്ധരിച്ചിട്ടുണ്ട്. നിബന്ധനയൊത്ത ആട്, പക്ഷെ അത് പ്രബലമല്ല കേട്ടോ ഈ അഭിപ്രായം. അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ ഒന്നും ആരും പോണ്ട എന്നാണ് നമുക്ക് പറയാനുള്ളത്. നിബന്ധനയൊത്ത ആട്, മാട്, ഒട്ടകം അറുക്കാൻ കഴിവില്ലാത്തവരോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം സ്വീകരിച്ച് കോഴിയെ അറുത്ത് പുണ്യം നേടാൻ ചില ഉസ്താദുമാർ ഉപദേശിച്ചു എന്ന് ബാജൂരിയിലും മറ്റും കാണുന്നുണ്ട്. ബിയ, ബുജൈരമി പോലെയുള്ള ഗ്രന്ഥങ്ങളിലും ഇങ്ങനെ കാണുന്നു. പക്ഷെ അതിനൊന്നും പ്രബലമല്ല, അതിൽ പിന്നാലെ ഒന്നും പോകണ്ട. പക്ഷേ ഇനി നിർവാഹക്കേടുകൊണ്ട് അത്രയും ഒതുയത്ത് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ എന്തില്ല, സാമ്പത്തികമില്ല. അങ്ങനെയുള്ളവർക്ക് കോഴിനർത്തിട്ടും ധർമ്മം ചെയ്യാമെന്ന് പറയുന്നു. പക്ഷെ ഒതുയത്തിൻ്റെ പ്രതിഫലം എത്രത്തോളം കിട്ടുമെന്ന് പ്രമാണങ്ങളിൽ വ്യക്തമല്ല. ഇനി മൃഗങ്ങളുടെ പ്രായത്തെക്കുറിച്ച് പറയുമ്പോൾ ഒട്ടകത്തിന് 5 വയസ്സ് പൂർത്തിയായിരിക്കണം. പശു, മൂരി, കോലാട് എന്നിവയ്ക്ക് 2 വയസ്സും നെയ്യാടിന് 1 വയസ്സ് പൂർത്തിയാവുകയോ 6 മാസത്തിന് ശേഷം പല്ല് പറയുകയോ ചെയ്യണം. അതാണ് തുഫ വിശദീകരിക്കുന്നത്. ഉദ്ഹിയത്ത് മൃഗങ്ങൾ എല്ലാം ഒരേ സ്ഥാനത്തല്ല. ചിലത് മറ്റ് ചിലതിനേക്കാൾ ഉത്തമമാണ്. 1-ാം സ്ഥാനം ഒട്ടകത്തിനാണ്. കാരണം മാടിനേക്കാൾ കൂടുതൽ മാംസം അതിനുണ്ടാകുമല്ലോ. 2-ാം സ്ഥാനം മാടിനാണ്. ആടിനേക്കാൾ മാംസം അതിനുണ്ടാകുമല്ലോ. 3-ാം സ്ഥാനം നെയ്യാടിനാണ്. 4-ാം സ്ഥാനം കോലാടിനും 5-ാം സ്ഥാനം ഒട്ടകത്തിൽ പങ്കുചേരുന്നതിനും 6-ാം സ്ഥാനം മാടുകളുടെ കൂട്ടത്തിൽ പങ്കുചേരുന്നതിനുമാണ്. ഒരു ഒട്ടകത്തെക്കാളും മാടിനേക്കാളും ഉത്തമം 7 ആടുകളാണ്. ഒട്ടകത്തിനും മാടിനും 7 ആടുകൾക്കുള്ളതിനേക്കാൾ മാംസമുണ്ടെങ്കിലും നിയമം മറ്റൊന്നല്ല. കാരണം 7 ആടുകളെ അറുക്കുമ്പോൾ കൂടുതൽ എണ്ണം അറുക്കൽ ഉള്ളതോടൊപ്പം ആടിൻ്റെ മാംസമാണല്ലോ കൂടുതലുള്ളത്. ഒട്ടകത്തിൽ ചേരുന്നതിനേക്കാൾ ഉത്തമം ഒരാടിനെ അറുക്കലാണ് നല്ലത്. ആടിൻ്റെ മാംസം നല്ലതാണെന്നതിന് പുറമെ സ്വയം ഒരറിവ് നടത്തൽ അതിലൂടെ വരുന്നുണ്ട്. ഇക്കാരണത്തെ അടിസ്ഥാനമാക്കി ഒട്ടകത്തിൽ ഒന്നിലധികം വിഹിതം പങ്കുചേരുന്നതിനേക്കാളും നല്ലത് ഒരാടിനെ അറുക്കലാണെന്ന അഭിപ്രായം ന്യായമുള്ളതാണെന്ന് മനസ്സിലാക്കാം. വാഫി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് അക്കാര്യം വ്യക്തമായി തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ഒട്ടകത്തിൻ്റെയും മാടിൻ്റെയും മാംസം ഏകദേശം തുല്യത പുലർത്തുന്നതിനേക്കാൾ അവിടെ മാംസത്തിൻ്റെ വർധനയും നെയ്യാടിൻ്റെയും കോലാടിൻ്റെയും മാംസം നന്മയുടെ വിഷയത്തിൽ തുല്യത പുലർത്തുന്നതിനാൽ കൂടുതൽ നല്ലതിനും പരിഗണന നൽകി. അതുകൊണ്ടാണല്ലോ കൂടുതൽ മാംസമുള്ള ഒട്ടകത്തേക്കാൾ 7 ആടുകൾക്ക് പ്രാമുഖ്യം കൽപ്പിക്കപ്പെട്ടത്. ഈ വിഷയമായി വന്ന മദ്ഹബുകൾ വിവരിച്ച ഇമാം നവവി റളിയല്ലാഹു അൻഹു എഴുതുന്നത്, ഉദ്ഹിയത്തിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഒട്ടകവും പിന്നെ മാടും പിന്നെ നെയ്യാടും പിന്നെ കോലാടുമാണെന്നതാണ് നമ്മുടെയും ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. എന്നാൽ
ആടിൻ്റെ മാംസം കൂടുതൽ നല്ലതാണെങ്കിൽ അതാണ് കൂടുതൽ ഉത്തമമെന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെടുന്നു. ബഹുഭൂരിപക്ഷത്തിനുള്ള പ്രമാണം ഇതാണ്. ഒട്ടകവും മാടും 7 ആളുകൾക്ക് മതിയാകുമല്ലോ. അതേസമയം ആട് ഒരാൾക്ക് മാത്രമേ മതിയാവുകയുള്ളൂ എന്നതിൽ എല്ലാവരും യോജിക്കുന്നു. അപ്പോൾ ഒട്ടകവും മാടുമാണ് കൂടുതൽ ഉത്തമമെന്ന് അത് വ്യക്തമാക്കുന്നു. ആട് കഴിഞ്ഞാൽ പിന്നെ ഏതാണ് കൂടുതൽ ഉത്തമമെന്നതിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അസ്ഹാബ് ഏകാഭിപ്രായക്കാരല്ല. മാടിനേക്കാൾ ഉത്തമം ഒട്ടകമാണെന്നും ഒട്ടകത്തേക്കാൾ ഉത്തമം മാടാണെന്നും അഭിപ്രായമുണ്ട്. ശറഹ് മുസ്ലിം 7-ാം വോള്യം 132-ാം പേജ്. ഉദിഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന മൃഗത്തെ പ്രത്യേകം തീറ്റ ഇട്ട് കൊടുത്തും മറ്റും തടിപ്പിക്കൽ സുന്നത്താണെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു. ഉദിഹിയത്ത് മൃഗത്തെ തടിപ്പിക്കുന്നതിൽ പണ്ഡിതന്മാർ ഏകാഭിപ്രായക്കാരല്ല. എന്നാൽ നമ്മുടെ മദ്ഹബും ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെ മദ്ഹബും അത് സുന്നത്താണ് എന്നാണ് അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ പോലെ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ചുകൊണ്ട് സഹീഹുൽ ബുഖാരിയിൽ ഇപ്രകാരം കാണാം: ഞങ്ങൾ മദീനയിൽ ഉദിഹിയത്ത് മൃഗത്തെ തടിപ്പിക്കാറുണ്ടായിരുന്നു, മുസ്ലിങ്ങളും തടിപ്പിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അനുയായികളിൽ ചിലരെ ഉദ്ധരിച്ച് അത് കറാഹത്താണെന്ന് ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ജൂതന്മാരോടുള്ള സാദൃശ്യത ഒഴിവാക്കുക എന്നതാണ് അതിന് കാരണമായി പറയുന്നത്. എന്നാൽ ഈ അഭിപ്രായം ബാലിഷ്യമാണെന്നും ശറഹ് മുസ്ലിം 7-132 പറയുന്നു. അപ്പോൾ മേൽപ്പറഞ്ഞ മൃഗങ്ങളിൽ വെച്ച് തന്നെ കൂടുതൽ തടിച്ചു കൊഴുത്തവയാണ് അല്ലാത്തതിനേക്കാൾ ഉത്തമം. അപ്പോൾ തടിച്ചു കൊഴുത്ത ഒന്നിനെ അറുക്കുന്നത് മെലിഞ്ഞ 2 എണ്ണത്തെ അറുക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. മാംസം കൂടുതലുള്ള മൃഗമാണ് കൊഴുപ്പ് കൂടുതലുള്ള മൃഗത്തേക്കാൾ ഉത്തമമെന്ന് തുഹ്ഫ 9-350 പേജിൽ പറയുന്നു. മൃഗത്തിൻ്റെ നിറത്തിൻ്റെ കാര്യത്തിലും ഉത്തമം പരിഗണനീയമാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു: നമ്മുടെ അസ്ഹാബ് പറയുന്നു, മൃഗങ്ങളിൽ ഉത്തമം വെള്ള നിറത്തിലുള്ളതും പിന്നെ മഞ്ഞ നിറത്തിലുള്ളതും പിന്നെ തെളിഞ്ഞതല്ലാത്ത വെള്ള നിറത്തിലുള്ളതും പിന്നെ അല്പം കറുപ്പും അല്പം വെളുപ്പ് നിറത്തിലുള്ളതും പിന്നെ കറുപ്പ് നിറത്തിലുള്ളതുമാണ്. ശറഹ് മുസ്ലിം 7-135, തുഹ്ഫ 9-350. മേൽ പറയപ്പെട്ട മൃഗങ്ങളിൽ ആണും പെണ്ണും ഉദ്ഹിയത്ത് അറുക്കാവുന്നതാണ്. കൂടുതൽ ഇണചേർന്നിട്ടില്ലാത്ത ആണാണ് പെണ്ണിനേക്കാൾ ഉത്തമം. പിന്നീട് തീരെ പ്രസവിച്ചിട്ടില്ലാത്ത പെൺമൃഗവും പ്രസവിച്ച പെൺമൃഗത്തിലും ഉത്തമം. കൂടുതൽ ഇണചേർന്നതാണെങ്കിലും ആണ് തന്നെയാണ്. നപുംസകവും മതിയാകുന്നതാണ്. കാരണം അത് യഥാർത്ഥത്തിൽ ആണോ പെണ്ണോ രണ്ടിലൊന്നായിരിക്കുമല്ലോ. എന്നാൽ നപുംസകം പെണ്ണാകാനുള്ള സാധ്യത പരിഗണിച്ച് ആണാണ് അതിനേക്കാൾ ഉത്തമം. ഉടക്കപ്പെട്ടതും ഉദ്ഹിയത്തിന് പറ്റുന്നതാണ്. അതിൻ്റെ മാംസം കൂടുതൽ രസകരമായിരിക്കും. 2 വൃഷ്ണങ്ങൾ സാധാരണ നിലയിൽ ഭക്ഷിക്കാനായി ഉദ്ദേശിക്കാറില്ല. മാത്രമല്ല അത് ഭക്ഷിക്കൽ ഹറാമാണെന്ന് ധാരാളം പണ്ഡിതന്മാർ പ്രസ്താവിച്ചിട്ടുമുണ്ട്. ഒട്ടകത്തിലും മാടിലും ആണായാലും പെണ്ണായാലും 7 പേർക്ക് വീതം ഷെയർ കൂടാവുന്നതാണ്. 7-ൽ കൂടാൻ പാടില്ല. കുറയുന്നതിന് വിരോധമില്ല. ഒട്ടകത്തിൻ്റെയോ മാടിൻ്റെയോ 7-ൽ 1 ഓരോരുത്തർക്കും ഉടമയായിരിക്കണമെന്നർത്ഥം. അല്ലാമ കല്യൂബി റളിയല്ലാഹു അൻഹു പറയുന്നു:
7 ആളുകൾ ഷെയറായി ഒന്നിനെ അറുക്കുമ്പോൾ 7 ആളുകളിൽ ഓരോരുത്തരും 7 സ്വയം ഉടമകളായിരിക്കണം. അവരിൽ ഓരോരുത്തർക്കും വീട്ടുകാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി 7 ഓരോരുത്തരുടെ പേരിലും അവരവരുടെ വിഹിതത്തിൽ നിന്ന് പച്ച മാംസം സദക്ക ചെയ്യലും നിർബന്ധമാണ്. കല്യൂബി 4:250. ഓരോരുത്തരുടെയും വിഹിതത്തിൽ നിന്ന് ഓരോരുത്തരുടെ പേരിലും സദക്ക ചെയ്യൽ നിർബന്ധമാണ്. എല്ലാവരെ തൊട്ടും ഒരാൾ അവൻ്റെ വിഹിതത്തിൽ നിന്ന് സദക്ക ചെയ്താൽ മതിയാകുന്നതല്ല. കാരണം 7 ഉദ്ഹിയ്യത്തിൻ്റെ സ്ഥാനത്താണല്ലോ ഇത്. ഇബ്നു ഖാസിം വോളിയം 9 349. ഇതിനർത്ഥം ഓരോരുത്തരുടെയും വിഹിതത്തിൽ നിന്ന് സദക്ക ചെയ്യൽ സംഭവിക്കണമെന്നാണ്. ഓരോരുത്തരുടെയും വിഹിതം വേർതിരിച്ച് സദക്ക ചെയ്യണം എന്നല്ല. അപ്പോൾ ആകെ മാംസത്തിൻ്റെ 1/3 മാറ്റിവെച്ച് ബാക്കിയുള്ളത് സദക്ക ചെയ്താൽ എല്ലാവരുടെയും വിഹിതത്തിൽ നിന്ന് സദക്ക ചെയ്യൽ സംഭവിച്ചതായി ഉറപ്പാകുമല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് മർഹൂം അഹമ്മദ് കോയ ഷാലിയാറ്റി നവറല്ലാഹു മർക്കദ തങ്ങളുടെ പരിഗണനയ്ക്ക് വന്ന ചോദ്യവും അതിൻ്റെ മറുപടിയും ഇങ്ങനെയായിരുന്നു. 7 ആളുകൾ ഉദ്ഹിയ്യത്തിൽ ഷെയറാകുമ്പോൾ അതിനെ 3 ഭാഗിക്കുന്ന പതിവ് നമ്മുടെ നാടുകളിലുണ്ട്. 3 വിഹിതം ധർമ്മം ചെയ്യുകയും 1 ഹദിയ നൽകുകയും 1 അവർക്കിടയിൽ ഭാഗിച്ചെടുക്കുകയുമാണ് ചെയ്യുന്നത്. 7 ആളുകൾ ഷെയറായി ഒരു മൃഗത്തെ അറുക്കുമ്പോൾ 7 വിഭജിച്ച് ഓരോരുത്തരും അവരവരുടെ വിഹിതത്തിൽ നിന്ന് സദക്ക ചെയ്യൽ നിർബന്ധമാണെന്നും അല്ലാത്ത പക്ഷം അത് ഉദ്ഹിയ്യത്താവുകയില്ല എന്നും ചിലർ വാദിക്കുന്നുണ്ട്. അല്ലാമ കല്യൂബി റളിയല്ലാഹു അൻഹു മഹല്ലിയുടെ ആശയയിൽ പറഞ്ഞതാണ് പ്രസ്തുത വാദത്തിന് തെളിവായി അവർ ഉദ്ധരിക്കുന്നത്. അതിങ്ങനെയാണ്: 7 ആളുകൾ ഷെയറായി ഒരു മൃഗത്തെ അറുക്കുമ്പോൾ 7 ആളുകളിൽ ഓരോരുത്തരും 7 സ്വയം ഉടമകളായിരിക്കൽ പരിഗണിക്കപ്പെടും. അവരിൽ ഓരോരുത്തർക്കും വീട്ടുകാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി 7 ഓരോരുത്തരുടെ പേരിലും അവരവരുടെ വിഹിതത്തിൽ നിന്ന് പച്ച മാംസം സദക്ക ചെയ്യലും നിർബന്ധമാണ്. 7 ഭാഗിക്കൽ നിർബന്ധമില്ലെന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ അങ്ങനെ ചെയ്യൽ സുന്നത്തുണ്ടോ? ഒരു ഫത്വ നൽകിയാൽ. ഇതാണ് അഹമ്മദ് കോയ ഷാലിയാറ്റി തങ്ങൾക്ക് ഫത്വയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടത്. ഉദ്ഹിയ്യത്തിൻ്റെ ഷെയറാകുമ്പോൾ അവരവരുടെ വിഹിതത്തിൽ നിന്ന് ധർമ്മം ചെയ്യാനായി ഷെയറുകാരിൽ ഓരോരുത്തരുടെയും വിഹിതം വേർതിരിക്കേണ്ടുന്ന ആവശ്യമില്ല. പ്രത്യുത അവരിൽ ഒരാളും ധർമ്മം ചെയ്യുന്നതിന് തടസ്സം നിൽക്കാതിരുന്നാൽ മതി. ഷെയറുകാരുടെ വിഹിതം വേർതിരിക്കൽ നിർബന്ധമാണെന്ന് കാണിക്കുന്ന യാതൊരു പരാമർശവും അല്ലാമ കല്യൂബി റളിയല്ലാഹു അൻഹുവിൻ്റെ വാചകത്തിലില്ല. 7 ആളുകൾ ഷെയറായി ഒന്നിനെ അറുക്കുമ്പോൾ 7 ആളുകളിൽ ഓരോരുത്തരും സ്വയം 7 ഉടമകളായിരിക്കൽ പരിഗണിക്കപ്പെടുമെന്ന കല്യൂബി റളിയല്ലാഹു അൻഹുവിൻ്റെ പരാമർശത്തിൻ്റെ താല്പര്യം ഷെയറുകാരിൽ ഓരോരുത്തർക്കും സ്വയം ഷെയർ ഉണ്ടായിരിക്കണം എന്ന് മാത്രമാണ്. ഓരോരുത്തരുടെയും വിഹിതം സ്വന്തമായി തന്നെ വേണം എന്നല്ല. ശേഷം അല്ലാമ കല്യൂബി റളിയല്ലാഹു അൻഹുവിൻ്റെ തന്നെ പരാമർശത്തിൽ നിന്ന് ഇക്കാര്യമാണ് അതിങ്ങനെ, അഥവാ ഷെയറുകാർക്ക് മാംസം ഓഹരി വെച്ചെടുക്കാവുന്നതാണ്. മാംസം പച്ചയായിരിക്കുമ്പോഴെല്ലാം ഓഹരി ചെയ്യുന്നത് അവരുടെ വിഹിതം വേർതിരിക്കൽ മാത്രമാണ്, വിൽപ്പന നടത്തലല്ല. ഫത്താവൽ അസേരിയയുടെ പേജ് 138 ഈ ചോദ്യവും മറുപടിയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 14 പേർ ഷെയറായി
2 കാളയെ വാങ്ങിച്ചു എന്ന് കരുതുക. ഓരോന്നിലും 14 പേർക്കും ഷെയർ ഉണ്ടെന്ന നിലയിൽ അറവ് നടത്തിയാൽ ആർക്കും ഉദ്ഹിയ്യത്ത് സഹിയാവുകയില്ല. കാരണം ഒരാളുടെ അവകാശം ഒരു മൃഗത്തിൻ്റെ 7/1 ഇല്ലല്ലോ, 14/1. 2 മൃഗത്തിൽ നിന്ന് 14/1 വീതം അവകാശമുണ്ടായാൽ 2 കൂടി 7/1 ഉണ്ടല്ലോ എന്ന് പരിഗണിക്കാൻ കഴിയില്ല. ഒരു മൃഗത്തിൽ നിന്ന് തന്നെ 7/1 ലഭിക്കണം. ഇതാണ് മുഗ്നിയും ഷർവാനിയും പറയുന്നത്. 7 കൂടുതൽ പേർ പങ്കു ചേർന്ന് ഒന്നിലധികം മൃഗങ്ങളെ വാങ്ങി അറവ് നടത്തുമ്പോൾ ഈ കാര്യം ശ്രദ്ധിച്ചിരിക്കണം. 7 കൂടാത്ത ഓരോ ഗ്രൂപ്പിനുമുള്ള ഉദ്ഹിയ്യത്ത് മൃഗം ഇന്നതാണെന്ന് നിർണയിച്ചതിൻ്റെ ശേഷം അറുക്കണം. ഒട്ടകവും മാടും 7 പേർക്ക് മതിയാകുമെന്ന നിയമം ഉദ്ഹിയ്യത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല. പ്രത്യുത ഒരു വ്യക്തിക്ക് വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് 7 ആടുകളെ അറുക്കൽ നിർബന്ധമായാൽ അതിന് പകരം ഒരു ഒട്ടകത്തെയോ മാടിനെയോ അറുത്താൽ മതിയാകുമെന്നാണ് ഷർവാനി പറയുന്നത്. ഒട്ടകം, മാട് എന്നിവയിൽ ഒന്നിൽ കൂടുതൽ പേർ പങ്കുചേരുമ്പോൾ എല്ലാവരും ഉദ്ഹിയ്യത്ത് ഉദ്ദേശിച്ചവരാകണമെന്നില്ല. ഒരാൾക്ക് ഉദ്ഹിയ്യത്തും മറ്റൊരാൾക്ക് അക്കീക്കത്തും ഉദ്ദേശിക്കാം. മാംസവിൽപ്പനക്കാരനും ഉദ്ഹിയ്യത്ത് ഉദ്ദേശിച്ചവനും ചേർന്ന് ഒരു മൃഗത്തെ വാങ്ങി അറവ് നടത്താവുന്നതാണ്. ഉദ്ഹിയ്യത്ത് ഉദ്ദേശമുള്ളവൻ അറവ് സമയത്ത് നിയ്യത്ത് ചെയ്തിരിക്കണം. ഓഹരി ചെയ്താൽ വിൽപ്പനക്കാരന് അവൻ്റെ വിഹിതം വിൽക്കാവുന്നതും ഉദ്ഹിയ്യത്ത് ലക്ഷ്യമുള്ളവൻ്റെ വിഹിതം ഉദ്ഹിയ്യത്ത് നിയമങ്ങൾക്കനുസൃതമായി ഉപയോഗിക്കേണ്ടതുമാണ് എന്നാണ് തുഹ്ഫ പറയുന്നത്. ആട് ഒരാൾക്കേ പറ്റൂ. ആടിൽ ഷെയർ ഇല്ല. നേരത്തെ പറഞ്ഞതുപോലെ 2 ആളുകൾ ഷെയറായി 2 ആടുകളെ വാങ്ങിക്കുകയും 2ലും 2 ആൾക്കും ഷെയർ ഉണ്ടെന്ന നിലയിൽ അറുക്കുകയും ചെയ്താൽ 2 ആൾക്കും ഉദ്ഹിയ്യത്ത് ലഭിക്കുന്നതല്ല. കാരണം 2ൽ ഒരാളും പൂർണ്ണമായ ഒരാടിനെ അറുത്തിട്ടില്ല. ആടാണെങ്കിലും ഉദ്ഹിയ്യത്തിനോട് ഒന്നിച്ച് അക്കീക്കത്ത് നിയ്യത്ത് ചെയ്താൽ 2ഉം ലഭിക്കുമെന്ന് ഇമാം റംലി റളിയല്ലാഹു അൻഹുവിന് അഭിപ്രായമുള്ളതായി ഷർവാനി പറയുന്നു. ഉദ്ഹിയ്യത്തിൻ്റെ പ്രതിഫലത്തിൽ മറ്റുള്ളവരെയും പങ്കു ചേർക്കാവുന്നതാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ ഇപ്രകാരം വായിച്ചെടുക്കാം. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊമ്പുള്ള ഒരാടിനെ കൊണ്ടുവരാൻ ഉത്തരവിട്ടു. അതിൻ്റെ കാലുകളും വയറും 2 കണ്ണുകളുടെ പരിസരവും കറുത്ത നിറമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉദ്ഹിയ്യത്ത് അറുക്കാനായി അതിനെ കൊണ്ടുവന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, കത്തി കൊണ്ടുവരൂ, അത് കല്ലിൽ ഉരസി മൂർച്ച കൂട്ടും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അപ്രകാരം ചെയ്ത ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കത്തിയെടുത്ത് ആടിനെ ചെരിച്ചു കിടത്തി അതിനെ അറുത്തു. ശേഷം അവിടുന്ന് പറഞ്ഞു, അല്ലാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽ നിന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സമുദായത്തിൽ നിന്നും നീ ഇത് സ്വീകരിക്കണമേ എന്നാണ് ഈ ഹദീസിൻ്റെ ആശയം. പ്രസ്തുത ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇങ്ങനെ എഴുതുന്നതായി കാണുന്നു: ഒരാൾക്ക് തന്നെ തൊട്ടും തൻ്റെ വീട്ടുകാരെ തൊട്ടും ഉദ്ഹിയ്യത്ത് അറുക്കാമെന്നും പ്രതിഫലത്തിൽ അവരെയും തന്നോടൊപ്പം പങ്കു ചേർക്കാമെന്നും പറയുന്നവർ ഈ ഹദീസ് പ്രമാണമായി സ്വീകരിക്കുന്നു. നമ്മുടെ മദ്ഹബും ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെ മദ്ഹബും അത് തന്നെയാണ്. എന്നാൽ സൗരി റളിയല്ലാഹു അൻഹുവും അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ അസ്ഹാബും അതിനെ വെറുക്കുന്നു. ഈ ഹദീസ് നിയമപ്രാബല്യമില്ലാത്തതോ
വ്യാപകാർത്ഥം ഉദ്ദേശമില്ലാത്തതോ ആണെന്ന് ത്വഹാബി റളിയല്ലാഹു അൻഹു വാദിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആ വാദം പിഴവാണെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം നെസ്കും തക്സീസും വാദം കൊണ്ട് മാത്രം സ്ഥിരപ്പെടുകയില്ലല്ലോ. ശറഹ് മുസ്ലിം 7-ാം വോള്യം 136-ാം പേജ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 ആടുകളെ ഉദ്ഹിയത്ത് അറുത്ത്, അള്ളാഹുവേ ഇത് മുഹമ്മദിൻ്റെ സമുദായത്തിൻ്റെയും പേരിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ പ്രതിഫലത്തിൽ അവരെയും പങ്കു ചേർക്കൽ മാത്രമാണ്. അത് അനുവദനീയമാണ്. ഇതുകൊണ്ടാണ് ഉദ്ഹിയത്ത് അറുക്കുന്നവന് അവൻ്റെ ഉദ്ഹിയത്തിൻ്റെ പ്രതിഫലത്തിൽ മറ്റുള്ളവരെയും പങ്കു ചേർക്കാമെന്ന് പണ്ഡിതന്മാർ പ്രസ്താവിച്ചത്. അവൻ പങ്കു ചേർത്തവർക്കും പ്രതിഫലം ലഭിക്കുമെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അവൻ പങ്കു ചേർത്തവർ മരിച്ചവരാണെങ്കിൽ മരിച്ചവരുടെ പേരിൽ സ്വതക്ക ചെയ്യുന്നതിനോട് താരതമ്യം ചെയ്ത് പ്രതിഫലം കിട്ടുമെന്ന് പറയുന്നത് വ്യക്തമാണ്. ഇതനുസരിച്ച് മരിച്ചുപോയവരുടെ വസിയത്തില്ലാതെ അവരുടെ പേരിൽ ഉദ്ഹിയത്ത് അറുക്കാൻ പറ്റില്ലെന്ന് പറയുന്നതും ഇതും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെടുത്താം? ഇത് പ്രതിഫലത്തിൽ പങ്കുചേർക്കൽ മാത്രമായതിനാൽ അവിടെ പൊറുക്കപ്പെടാത്തത് ഇവിടെ പൊറുക്കപ്പെടുമെന്ന് തുഹ്ഫത്തുൽ മുഹ്താജ് 9-349 പറയുന്നു. ജീവിച്ചിരിക്കുന്നവരെയും പ്രതിഫലത്തിൽ പങ്കു ചേർക്കാമെന്ന് അലിയു ഷബ്ര മുല്ലസി റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിട്ടുണ്ട്. നിഹായയുടെയും മുഗ്നിയുടെയും പ്രസ്താവനകളിൽ നിന്ന് ലഭിക്കുന്നതും അതുതന്നെയാണ്. മാംസം കുറവ് വരുത്തുന്ന ന്യൂനതകൾ മൃഗത്തിൽ ഇല്ലാതിരിക്കൽ നിർബന്ധമാണ്. ഇപ്പോൾ മാംസം കുറവ് വന്നതും ഭാവിയിൽ മാംസം കുറയാനുള്ള ന്യൂനതയുള്ളതും പറ്റില്ല. അപ്പോൾ വയറ് നിറക്കാൻ മേയുന്നതിൽ കുറവ് വരുത്തുന്ന വ്യക്തമായ വൈകല്യമുള്ളത് ഉദ്ഹിയത്തിന് പറ്റില്ല. മൃഗത്തിൽ നിന്ന് ഭക്ഷ്യയോഗ്യമായതെല്ലാം മാംസത്തിൻ്റെ ഫലത്തിൽ തന്നെയാണ്. അതിനാൽ അതിൻ്റെ പിന്തുവര ഭാഗത്തോ ചെവിയിൽ നിന്നോ അല്പം മുറിച്ച് മാറ്റപ്പെട്ട മൃഗം പോലും പറ്റില്ല. മാംസ താല്പര്യക്കാർ ഇഷ്ടപ്പെടാത്ത വിധം മെലിച്ചിൽ സംഭവിച്ചത്, ഭ്രാന്തുള്ളത്, ചെവി, വാല്, നാവ്, അകിട് തുടങ്ങിയവയിൽ നിന്ന് അല്പമെങ്കിലും മുറിച്ച് നീക്കപ്പെട്ടത്, കാഴ്ച നഷ്ടപ്പെട്ടത്, ഒരു കണ്ണിനാണെങ്കിലും വ്യക്തമായ മുടന്തുള്ളത്, ശക്തിയായ രോഗമുള്ളത്, കുറഞ്ഞ തോതിലാണെങ്കിലും ചൊറി ബാധിച്ചത്, എല്ലൊടിഞ്ഞത്, പല്ലുകൾ മുഴുവനും നഷ്ടപ്പെട്ടത്, ജന്മനാ ചെവിയില്ലാത്തത്, ഗർഭിണി തുടങ്ങിയവയൊന്നും ഉദ്ഹിയത്തിന് പറ്റില്ല. കൊമ്പില്ലാത്തതും കൊമ്പ് പൊട്ടിയതുമെല്ലാം മതിയാകുമെങ്കിലും നല്ല കൊമ്പുള്ളതാണ് ഉത്തമം. അല്പം പോലും നഷ്ടപ്പെടാതെ ചെവിക്കോ മറ്റോ ദ്വാരമോ കീറലോ ഉള്ളത് മതിയാകുന്നതാണ്. തുഫ 9-353. ഷാഫി മദ്ഹബിനനുസരിച്ച് ബലിപെരുന്നാൾ ദിവസം ദുൽഹജ്ജ 10-ന്റെ ദിവസം സൂര്യൻ ഉദിച്ച ശേഷം നിർബന്ധ ഘടകങ്ങൾ മാത്രം നിർവഹിച്ച് 2 റക്അത്തും 2 ഖുത്ബയും നിർവഹിക്കാൻ ആവശ്യമായ സമയം കഴിഞ്ഞാൽ ഉദ്ഹിയത്ത് അറുക്കാനുള്ള സമയം തുടങ്ങി. അതിനു മുമ്പ് അറുത്താൽ ഉദ്ഹിയത്തായി പരിഗണിക്കപ്പെടുകയില്ല, സുന്നത്തായ സദക്കയായി പരിഗണിക്കും. ഇക്കാര്യം ഇമാം ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്ത ഹദീസിൽ നിന്ന് വ്യക്തമാണ്. ബറാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദിവസം നാം ആദ്യമായി തുടങ്ങുന്നത് നിസ്കാരമാണ്. നിസ്കാരശേഷം നാം അറവ് നടത്തുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നവർ നിശ്ചയമായും നമ്മുടെ സുന്നത്ത് എത്തിച്ചിരിക്കുന്നു. ഇതിനു മുമ്പ് വല്ലവനും അറവ് നടത്തിയിരുന്നുവെങ്കിൽ അത് അവൻ്റെ വീട്ടുകാർക്ക് നൽകുന്ന മാംസം മാത്രമാണ്, അത് ഉദ്ഹിയത്തായി പരിഗണിക്കുന്നതല്ല.
ഇത് കേട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്ന് പറഞ്ഞു, അദ്ദേഹം മുമ്പ് അറുത്ത വ്യക്തിയായിരുന്നു. എൻ്റെ അടുത്ത് 1 വയസ്സ് പ്രായമുള്ള ഒരു കോലാടുണ്ട്. അപ്പോൾ നബി പറഞ്ഞു, നീ അതിനെ അറുക്കുക. നിശ്ചയം താങ്കൾക്ക് പിറകെ ഒരാൾക്കും അത് മതിയാകുന്നതല്ല. ഉളുഹിയത്തിൻ്റെ സമയം എപ്പോൾ തുടങ്ങുമെന്നതിൽ മദ്ഹബുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ വിഷയമായി ഇമാം നവവി എഴുതുന്നത് ഇങ്ങനെയാണ്: നിസ്കാരം കഴിഞ്ഞ് ഇമാമിൻ്റെ കൂടെ ഉളുഹിയത്ത് അറുത്താൽ മതിയാകുമെന്നത് ഇജ്മാ ആണ്. ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ദുൽഹിജ്ജ 10 സൂര്യോദയത്തിന് മുമ്പ് ഉളുഹിയത്ത് അറുക്കൽ മതിയാവുകയില്ലെന്നതും ഇജ്മാ ഉള്ള കാര്യമാണ്. സൂര്യോദയത്തിന് ശേഷമുള്ള സമയത്തിൽ പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ദാവൂദ് റളിയല്ലാഹു അൻഹു, ഇബ്നുൽ മുൻദിർ റളിയല്ലാഹു അൻഹു തുടങ്ങിയവരുടെ പക്ഷം ഇതാണ്: സൂര്യോദയത്തിന് ശേഷം ചുരുങ്ങിയ നിലയിൽ പെരുന്നാൾ നിസ്കാരവും 2 ഖുതുബകളും നിർവഹിക്കാനുള്ള സമയം കഴിഞ്ഞാൽ ഉളുഹിയത്ത് അറുക്കാനുള്ള സമയം പ്രവേശിക്കും. പ്രസ്തുത സമയത്തിന് ശേഷം അറുത്താൽ മതിയാകും. ഇമാം നിസ്കരിക്കട്ടെ നിസ്കരിക്കാതിരിക്കട്ടെ, അവൻ ദുഹാ നിസ്കരിക്കട്ടെ നിസ്കരിക്കാതിരിക്കട്ടെ, അവൻ പട്ടണവാസിയാണെന്നോ ഗ്രാമവാസിയോ യാത്രക്കാരനോ ആരോ ആവട്ടെ, ഇമാം അവൻ്റെ ഉളുഹിയത്ത് അറുക്കട്ടെ അറുക്കാതിരിക്കട്ടെ. അതാ റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എന്നിവരുടെ വീക്ഷണം ഇതാണ്: കുഗ്രാമത്തിനും മലഞ്ചെരിവിലും താമസിക്കുന്നവർക്ക് ഫജ്ർ സാദിക്ക് വെളിവായാൽ അറവിൻ്റെ സമയം പ്രവേശിക്കും. പട്ടണവാസികൾക്ക് ഇമാം നിസ്കരിച്ച് ഖുതുബ നിർവഹിക്കുന്നത് വരെ സമയമാവില്ല. അപ്പോൾ അതിനു മുമ്പായി ഒരാൾ അറുത്താൽ അത് മതിയാവുകയില്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം നിസ്കരിച്ച് ഖുതുബ നിർവഹിച്ച് അറുക്കുന്നത് വരെ അറുക്കാൻ പറ്റില്ല. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം നിസ്കരിക്കുന്നതിന് മുമ്പ് അറുക്കാൻ പറ്റില്ല. ഇമാമിൻ്റെ നിസ്കാര ശേഷം ഇമാം അറുക്കുന്നതിൻ്റെ മുമ്പും അറുക്കാം. ഈ വിഷയത്തിൽ പട്ടണവാസികളും ഗ്രാമവാസികളും തമ്മിൽ വ്യത്യാസമില്ല. ഇതേ ആശയം ഹസൻ റളിയല്ലാഹു അൻഹു, ഔസായി റളിയല്ലാഹു അൻഹു, ഇസ്ഹാഖ് ബിൻ റാഹവൈഹി റളിയല്ലാഹു അൻഹു എന്നിവരിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഉളുഹിയത്തിൻ്റെ സമയത്തെക്കുറിച്ച് ശറഹ് മുസ്ലിമിൽ പറയുന്നത്. എന്നാൽ സൂര്യൻ ഉദിച്ച് നമ്മുടെ കാഴ്ചയിൽ 7 മുഴം ഉയർന്നതിൻ്റെ ശേഷം മേൽ പറഞ്ഞതിന് ആവശ്യമായ സമയം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഉളുഹിയത്ത് അറുക്കൽ ഉത്തമം. സൂര്യോദയത്തോടു കൂടി പെരുന്നാൾ നിസ്കാരത്തിനുള്ള സമയം പ്രവേശിക്കുമെന്ന പ്രബല അഭിപ്രായത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അഭിപ്രായം. ഷാഫി മദ്ഹബ് അനുസരിച്ച് ദുൽഹിജ്ജ 13 സൂര്യാസ്തമനമാണ് അവസാന സമയം. അറഫ മുഴുവൻ നിൽക്കാവുന്ന സ്ഥലവും മിനയിലെ ദിവസങ്ങൾ മുഴുവനും അറുക്കാവുന്ന സമയവുമാണ് എന്ന അർത്ഥം വരുന്ന പ്രബലമായ ഹദീസാണ് ഇതിന് പ്രമാണം. മറ്റ് 3 ഇമാമുകളും പറയുന്നത് ദുൽഹിജ്ജ 10 ശേഷം 2 ദിവസങ്ങളിൽ മാത്രമേ അറുക്കാൻ പറ്റൂ എന്നാണ്. അറവിൻ്റെ സമയം എപ്പോൾ അവസാനിക്കും എന്നതിലുള്ള പണ്ഡിതാഭിപ്രായങ്ങൾ ഇമാം നവവി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നത് ഇങ്ങനെയാണ്: ഉളുഹിയത്ത് അറുക്കാനുള്ള അവസാന സമയത്തെക്കുറിച്ച് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നത് ഇതാണ്: ദുൽഹിജ്ജ 10 ശേഷം അയ്യാമു തശ്രീഖിൻ്റെ 3 ദിവസങ്ങളിൽ ഉളുഹിയത്ത് അറുക്കാവുന്നതാണ്. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, ജുബൈർ ബിൻ മുത്തീം റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ്, ഹസൻ ബസരി, അത്താ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ അബ്ദുൽ അസീസ് തുടങ്ങിയവരെല്ലാം തന്നെ ഇതേ അഭിപ്രായക്കാരാണ്.
അബൂ ഹനീഫ, മാലിക് റളിയല്ലാഹു അൻഹു, അഹ്മദ് റളിയല്ലാഹു അൻഹു എന്നിവർ പറയുന്നത് ദുൽഹിജ്ജ് 10-ന് ശേഷം 2 ദിവസങ്ങളിൽ മാത്രമേ ഉളിഹത്ത് അറുക്കാൻ പറ്റൂ എന്നാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു എന്നിവരെ തൊട്ടും ഈ അഭിപ്രായം ഉദ്ധരിക്കപ്പെടുന്നുണ്ട് എന്ന് ശരഹ് മുസ്ലിമിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു. പ്രസ്തുത 4 ദിവസങ്ങളിലെ രാത്രികളിലും അറവ് നടത്താമെങ്കിലും പ്രത്യേക ആവശ്യമോ മസ്ലഹത്തോ ഇല്ലാതെ രാത്രി അറവ് കറാഹത്താണെന്ന് തുഹ്ഫയിൽ പറയുന്നുണ്ട്. പകൽ സമയം മറ്റ് ജോലികളിൽ ഏർപ്പെട്ടതിനാൽ ഉളിഹിയത്ത് അറുക്കാൻ സമയം ലഭിക്കാതെ വരൽ ആവശ്യത്തിൻ്റെയും സാധുക്കൾക്ക് ഹാജരാവാനുള്ള സൗകര്യം സുലഭമായി അവരെ ലഭിക്കലും രാത്രിയിലാവുന്നത് മസ്ലഹത്തിൻ്റെയും ഉദാഹരണങ്ങളാണ്. പ്രസ്തുത ദിവസങ്ങളുടെ രാത്രികളിൽ അറവ് നടത്തുന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നത് കറാഹത്താണെങ്കിലും അനുവദനീയമാണ് എന്നാണ്. എന്നാൽ ഇതേ വീക്ഷണത്തിൽ തന്നെയാണ് അബു ഹനീഫ, അഹ്മദ്, ഇസ്ഹാഖ്, അബൂ സൗർ റളിയല്ലാഹു അൻഹു തുടങ്ങിയവരും ഭൂരിപക്ഷം പണ്ഡിതന്മാരും നിലപാടെടുത്തിട്ടുള്ളത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പ്രസിദ്ധമായതും അദ്ദേഹത്തിൻ്റെ അസ്വഹബ് എല്ലാവരും അഭിപ്രായപ്പെടുന്നതും ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്ന ഒരു റിപ്പോർട്ടും രാത്രി അറുത്താൽ ഉളിഹിയത്തായി മതിയാവുകയില്ല എന്നാണ്. മറിച്ച് മാംസത്തിനുള്ള ആടായി മാത്രമേ അതിനെ കാണാൻ പറ്റൂ എന്ന് ശറഹ് മുസ്ലിമിൽ പറയുന്നു. ഇനി നമുക്ക് ഉളിഹിയത്തിൻ്റെ നിയ്യത്തിലേക്ക് പോകാം. ഉളിഹിയത്ത് അറുക്കൽ ഇബാദത്തായതിനാൽ അറുക്കുമ്പോൾ നിയ്യത്ത് ഷർത്താണ്. എന്നാൽ മൃഗത്തെ നിർണയിക്കലോ വേർതിരിക്കലോ മുമ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അറവ് സമയത്ത് പ്രത്യേക നിയ്യത്ത് ആവശ്യമില്ല. ഇതേപോലെ ഈ മൃഗത്തെ ഞാൻ ഉളിഹിയത്താക്കി എന്ന് പറഞ്ഞ രൂപത്തിലും പ്രബലാഭിപ്രായ പ്രകാരം അറുക്കുമ്പോൾ നിയ്യത്ത് ചെയ്യൽ ഷർത്താണ് എന്നാണ്. അറുക്കാൻ മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോൾ അവന് മൃഗത്തെ കൈമാറുമ്പോഴോ അവൻ അറുക്കുമ്പോഴോ നിയ്യത്ത് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ വകതിരിവായ ഒരു മുസ്ലിമിനെ അറവിന് ഏൽപ്പിക്കുമ്പോൾ നിയ്യത്ത് ചെയ്യാനും അദ്ദേഹത്തെ ഏൽപ്പിക്കാവുന്നതാണ്. ഒന്നിലധികം പേർ ഷെയറായി നിർവഹിക്കുമ്പോൾ മേൽ സമയങ്ങളിൽ ഓരോരുത്തരും നിയ്യത്ത് ചെയ്യുകയോ നിയ്യത്ത് ചെയ്യാൻ ഒരാളെ ഏൽപ്പിക്കുകയോ ചെയ്യാം. ഞാൻ ഇതിനെ ഉളിഹിയത്ത് അറുക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ മതി. അറവിന് ശേഷം നിയ്യത്ത് ചെയ്താൽ മതിയാകുന്നതല്ല. സുന്നത്തായ ഉളിഹിയത്തിൽ നിന്ന് നിസ്സാരമല്ലാത്ത അല്പമെങ്കിലും ഫക്കീർ, മിസ്കീൻ എന്നിവർക്ക് സദക്കയായി നൽകൽ നിർബന്ധമാണ്. ഒരാൾക്ക് നൽകിയാലും മതി, അത് വേവിക്കാതെ തന്നെ നൽകണം. അല്പം പോലും സദക്ക ചെയ്യാതിരുന്നാൽ ഉളിഹിയത്തിൻ്റെ കടം വീടുകയില്ല. സദക്ക ചെയ്യാതെ മുഴുവൻ ഭക്ഷിക്കുകയോ മറ്റാർക്കെങ്കിലും ഹദിയ നൽകുകയോ ചെയ്താൽ സദക്ക ചെയ്യൽ നിർബന്ധമായ അളവിന് അവൻ കടക്കാരനാകുമെന്ന് തുഹ്ഫയിൽ പറയുന്നു. സുന്നത്തായ ഉളിഹിയത്താകുമ്പോൾ അതിൽ നിന്ന് ഭക്ഷിക്കൽ സുന്നത്താണ്. 1/3 എടുക്കാതിരിക്കലും സുന്നത്താണ്. ഏറ്റവും നല്ലത് ബർക്കത്തിന് അല്പം മാത്രം എടുത്ത് ബാക്കിയെല്ലാം സദക്ക ചെയ്യലാണ്. കരൾ എടുക്കുന്നതാണ് കൂടുതൽ ശ്രേഷ്ഠമായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഉളിഹിയത്തിൻ്റെ കരളിൽ നിന്ന് ഭക്ഷിക്കുമായിരുന്നു എന്ന് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹുവിൻ്റെ നിവേദനത്തിൽ കാണാം. 1/3 എടുത്ത് 2/3 സദക്ക ചെയ്യുന്നതിനാണ് പുണ്യത്തിൽ 2ാം സ്ഥാനം. 3ാം സ്ഥാനം 1/3 ഭക്ഷിക്കുകയും 1/3 സദക്ക നൽകുകയും 1/3 ഹദിയ നൽകുകയും ചെയ്യുന്നതിനാണ്. അല്പം സദക്ക ചെയ്ത് ബാക്കി ഭക്ഷിച്ചാൽ മുഴുവനും ഉളിഹിയത്ത് അറുത്ത പ്രതിഫലവും
സദക്ക ചെയ്തതിൻ്റെ പ്രതിഫലവും അവന് നൽകപ്പെടുന്നതാണ്. 3 ദിവസത്തേക്കാൾ ഉദ്ഹിയ്യത്തിൻ്റെ മാംസം സൂക്ഷിച്ചു വെക്കുന്നതിനെ വിലക്കുന്ന പ്രബലമായ ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, 3 ദിവസത്തിനപ്പുറം ഉദ്ഹിയ്യത്തിൻ്റെ മാംസം ഭക്ഷിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ചു. ഇത് മുസ്ലിമിലെ 3642 നമ്പർ ഹദീസായി വന്നതാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തന്നെ നിവേദനം ചെയ്ത മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം. ബുറൈദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖബറുകൾ സന്ദർശിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ വിലക്കിയിരുന്നു. ഇനി മുതൽ ഖബറുകൾ നിങ്ങൾ സന്ദർശിക്കുകയും 3 ദിവസത്തിലപ്പുറം ഉദ്ഹിയ്യത്തിൻ്റെ മാംസം ഭക്ഷിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ വിലക്കിയിരുന്നു. ഇനി മുതൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്ര നിങ്ങൾ പിടിച്ചു വെക്കുകയും. മുസ്ലിം റളിയല്ലാഹു അൻഹുവിൻ്റെ മറ്റൊരു റിവായത്തിൽ ഇപ്രകാരം കാണുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സഹായം ലക്ഷ്യമാക്കി വരുന്ന ദുർബലരായ അഅ്റാബികളെ കണക്കിലെടുത്താണ് 3 ദിവസത്തിലധികം ഉദ്ഹിയ്യത്ത് മാംസം സൂക്ഷിച്ചു വെക്കുന്നത് നിങ്ങൾക്ക് ഞാൻ വിലക്കിയത്. ഇനി മുതൽ നിങ്ങൾ ഭക്ഷിക്കുകയും സൂക്ഷിച്ചു വെക്കുകയും ധർമ്മം ചെയ്യുകയും ചെയ്യുകയും. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഹദീസിന് വിപരീതമായി തോന്നുമെങ്കിലും അപ്പോൾ ഇത്ര ദിവസം എന്ന് നിജപ്പെടുത്തേണ്ടതില്ല എന്നാണ് ഇതിൽ പണ്ഡിതപക്ഷം. ഖാദി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ഹദീസുകൾ സ്വീകരിക്കുന്നതിൽ പണ്ഡിതന്മാർ ഏകാഭിപ്രായക്കാരല്ല. ചിലർ പറയുന്നത് 3 ദിവസത്തിലധികം ഉദ്ഹിയ്യത്തിൻ്റെ മാംസം പിടിച്ചു വെക്കുന്നതും അതിൽ നിന്ന് ഭക്ഷിക്കുന്നതും നിഷിദ്ധമാണ് എന്നാണ്. അലി റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുതലായവർ പ്രസ്താവിച്ച പോലെ നിഷിദ്ധം ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നും അവർ പറയുന്നു. എന്നാൽ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ഇതാണ്, 3 ദിവസത്തിലധികം ഉദ്ഹിയ്യത്തിൻ്റെ മാംസം പിടിച്ചു വെക്കുന്നതും അതിൽ നിന്ന് ഭക്ഷിക്കുന്നതും ഹലാലാണ്. പാടില്ലെന്ന് കാണിക്കുന്ന ഹദീസുകൾ പറ്റുമെന്ന് വ്യക്തമാക്കുന്ന ഹദീസുകൾ കൊണ്ട് നിയമപ്രാബല്യം നഷ്ടപ്പെട്ടവയാണ്. ബുറൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് വിശേഷിച്ചും ഇക്കാര്യം വ്യക്തമാക്കുന്നു. സുന്നത്തിനെ സുന്നത്ത് കൊണ്ട് ദുർബലപ്പെടുന്ന ഇനങ്ങളിൽ പെട്ടതായി വേണം ഇതിനെ കാണാൻ. മറ്റു ചിലർ പറയുന്നത് ഇത് ദുർബലപ്പെടുത്തലല്ലെന്നും ഉദ്ഹിയ്യത്തിൻ്റെ മാംസം 3 ദിവസത്തിലധികം സൂക്ഷിച്ചു വെക്കാൻ പാടില്ലെന്ന് പറഞ്ഞത് ഒരു കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും കാരണം നീങ്ങിയപ്പോൾ നിയമവും നീങ്ങിപ്പോയിരിക്കുന്നു എന്നുമാണ്. സലമ റളിയല്ലാഹു അൻഹുവിൻ്റെയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെയും ഹദീസുകൾ ഇതിന് പ്രമാണമായി അവർ എടുത്തു കാണിക്കുന്നു. ആദ്യമേ വിലക്ക് കറാഹത്തിനാണെന്നും ഹറാമിനല്ലെന്നും അഭിപ്രായമുണ്ട്. ഇവരുടെ പക്ഷം ഉദ്ഹിയ്യത്തിൻ്റെ മാംസം 3 ദിവസത്തിലധികം സൂക്ഷിച്ചു വെക്കുന്നത് ഇപ്പോഴും കറാഹത്താണ് എന്നാണ്. പ്രസ്തുത കാരണം ഇപ്പോഴുണ്ടാവുകയും ഉദ്ഹിയ്യത്തിൻ്റെ മാംസം ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ ജനങ്ങൾ കൂട്ടം കൂട്ടമായി വരികയും ചെയ്താൽ ജനങ്ങൾ അവരെ സഹായിക്കണം. അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും മദ്ഹബിനെ ഇതിൻ്റെ ഭാഗമായാണ് അവർ കാണുന്നത്. ഉദ്ഹിയ്യത്തിൻ്റെ മാംസം 3 ദിവസം സൂക്ഷിച്ചു വെക്കൽ പാടില്ലെന്ന നിയമം നിരുപാധികം ദുർബലപ്പെട്ടതാണെന്നാണ് പ്രബലാഭിപ്രായം. നിഷിദ്ധമോ കറാഹത്തോ ഇപ്പോൾ നിലവിലില്ല. അതിനാൽ ഉദ്ഹിയ്യത്തിൻ്റെ മാംസം 3 ദിവസത്തിലധികം സൂക്ഷിച്ചു വെക്കലും ഉദ്ദേശിക്കുന്നത്ര കാലം അതിൽ നിന്ന് ഭക്ഷിക്കലും ഹലാലാണ്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഉദ്ഹിയ്യത്തിൻ്റെ മാംസം സൂക്ഷിച്ചു വെക്കാവുന്നതാണ്, സൂക്ഷിച്ചു വെക്കാൻ പാടില്ലെന്ന നിയമം മൻസൂഖാണ്. സുന്നത്തായ ഉദ്ഹിയ്യത്തിൽ നിന്ന് അല്പം നിർബന്ധമായത് മുഴുവനും സുന്നത്തായ ഉദ്ഹിയ്യത്തിൽ നിന്ന് അല്പവും നിർബന്ധമായത് മുഴുവനും സക്കാത്തിൻ്റെ അവകാശികളായ ഫക്കീർ മിസ്കീൻ വിഭാഗങ്ങൾക്ക് നൽകൽ നിർബന്ധമാണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഫക്കീർ മിസ്കീനുകൾക്ക് ലഭിച്ചത് അവർക്ക് ഉടമയാകുന്നതും
വിൽപ്പന അടക്കമുള്ള എല്ലാ ഇടപാടുകളും അവർക്ക് നടത്താവുന്നതുമാണ്. തോലി, മാംസം, മറ്റുള്ളത് എല്ലാം ഇങ്ങനെ തന്നെ വിൽക്കുന്നതും ദാനം നൽകുന്നതുമെല്ലാം മുസ്ലിമിനായിരിക്കണം. അവർക്ക് ലഭിച്ചത് അവർ ഉദീഹിയത്ത് നിർവഹിച്ചത് തന്നെ വിൽക്കുകയോ ദാനം ചെയ്യുകയോ ചെയ്യാം. സുന്നത്തായ ഉദീഹിയത്തിൽ നിന്ന് ധനികർക്ക് നൽകൽ അനുവദനീയമാണ്. വേവിച്ചും വേവിക്കാതെയും ഇത് നൽകാം. പക്ഷേ അവർക്ക് ലഭിച്ചത് മാംസമോ തോലോ എന്തായാലും അവർക്ക് ഉടമയാവുകയില്ല. അതുകൊണ്ട് അത് വിൽക്കാനോ വാടകയ്ക്ക് നൽകാനോ അവർക്ക് പറ്റില്ല. സ്വന്തം ഉപയോഗിക്കുകയോ ധനികരോ ഫക്കീറോ ആയ മറ്റ് മുസ്ലിങ്ങൾക്ക് ഭക്ഷിപ്പിക്കുകയോ സദക്ക ചെയ്യുകയോ ആവാം. എന്നാൽ അവർക്ക് ലഭിച്ചതിൽ നിന്ന് പൂച്ചയെ പോലുള്ള മനുഷ്യേതര ജീവികൾക്ക് നൽകാൻ പാടില്ല. സക്കാത്തിന് അവകാശികളായ ഫക്കീർ, മിസ്കിൻ വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്തവരാണ് ധനികർ എന്നതിൻ്റെ ഉദ്ദേശം. ദാനധർമ്മങ്ങൾ അമുസ്ലിമിന് നൽകാമെങ്കിലും സുന്നത്തോ നിർബന്ധമോ ആയ ഉദീഹിയത്ത് മുഴുവൻ മുസ്ലിമിന് തന്നെ നൽകണം. അമുസ്ലിമിനെ നൽകാൻ പറ്റില്ല. വേവിച്ചും പറ്റില്ല, അല്ലാതെയും പറ്റില്ല. ഉദീഹിയത്തിൽ നിന്ന് ലഭിച്ച ഫക്കീറിനോ മിസ്കീനോ ധനികർക്കോ അതിൽ നിന്ന് അമുസ്ലിമിന് ഭക്ഷിപ്പിക്കാൻ പാടില്ല. എന്നാൽ ദിമ്മിയായ കാഫിറുകളിൽ നിന്നുള്ള സാധുക്കൾക്ക് സുന്നത്തായ ഉദീഹിയത്തിൽ നിന്ന് നൽകാമെന്ന് അസ്ഹാബിൽ ചിലരെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം കമൂലി രേഖപ്പെടുത്തുകയും മുഹിബ് തൊബരി അതിലേക്ക് ചായ്വ് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സുന്നത്തായ ദാനധർമ്മം അവനും നൽകാമല്ലോ എന്നതാണ് അവർ പറയുന്ന ന്യായം. പക്ഷേ ആ അഭിപ്രായം പ്രബലമല്ല, സ്വീകാര്യവുമല്ല. അമുസ്ലിമിന് നൽകാൻ പാടില്ലെന്ന് പറയുന്നത് അവന് കരുണ ചെയ്തുകൂടാ എന്ന അർത്ഥത്തിലല്ല. പ്രത്യുത ഉദീഹിയത്തിന്റെ പ്രത്യേകത നിയമത്തിൽപ്പെട്ടത് തന്നെയാണ്. നേർച്ചയാക്കിയ രൂപത്തിൽ ഉദീഹിയത്ത് മാംസം മുസ്ലിങ്ങളിൽ നിന്നുള്ള ധനികർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ. മറ്റു ദാനങ്ങൾ അമുസ്ലിമിന് നൽകാമെന്നും അവ പ്രതിഫലാർഹമാണെന്നുമാണ് ഇസ്ലാമിക പഠനം. സുന്നത്തായ ഉദീഹിയത്തിൽ നിന്ന് ഉദീഹിയത്ത് അറുക്കുന്നവന് പൂച്ചയെ പോലുള്ള മുഹത്തറമായ ജീവികൾക്ക് ഭക്ഷിപ്പിക്കാവുന്നതാണ്. അതേപോലെ ഫക്കീർ, മിസ്കീൻ തുടങ്ങിയ സക്കാത്തിന്റെ അവകാശികൾക്കും അവർക്ക് ലഭിച്ച ഉദീഹിയത്ത് മാംസത്തിൽ നിന്ന് പൂച്ചയെ പോലെ മുഹത്തറമായ ജീവികൾക്ക് ഭക്ഷിപ്പിക്കാവുന്നതാണ്. എന്നാൽ ധനികന്മാർക്ക് ഹദിയായി ലഭിക്കുന്നതിൽ നിന്ന് പൂച്ചയെ പോലുള്ള മുഹത്തറമായ ജീവികൾക്ക് ഭക്ഷിപ്പിക്കാൻ പാടില്ല. ഇക്കാര്യം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ ഫത്താവയിൽ കുബ്രയിൽ വ്യക്തമാണ്. ഫക്കീറിന് ലഭിക്കുന്ന ഉദീഹിയത്ത് മാംസത്തിന്റെ ഉടമസ്ഥാവകാശം അവനുണ്ടായിരിക്കുമെന്നും അതിനാൽ അത് വിൽപ്പന നടത്താമെന്നും മറ്റും മുമ്പ് പറഞ്ഞല്ലോ. അതിനാൽ പൂച്ചയെ പോലുള്ള മൃഗങ്ങൾക്ക് ഉദീഹിയത്തിന്റെ മാംസത്തിൽ നിന്ന് അവർക്ക് എന്തായാലും ഭക്ഷിപ്പിക്കാവുന്നതാണ്. ഉദീഹിയത്ത് അറുത്ത വ്യക്തിക്ക് അതിൽ നിന്ന് ഭക്ഷിപ്പിക്കുകയും ധർമ്മം ചെയ്യുകയും മറ്റുള്ളവർക്ക് ഭക്ഷിപ്പിക്കുകയും ചെയ്യാമല്ലോ. പൂച്ചയെ പോലുള്ള മൃഗങ്ങൾക്ക് ഭക്ഷിപ്പിക്കുന്നത് അതിൽ പെടുന്നതാണ്. എന്നാൽ ഉദീഹിയത്തിന്റെ മാംസം ധനികന് നൽകുന്നത് അവനത് ഭക്ഷിക്കാൻ അനുവദിക്കൽ മാത്രമാണെന്നും അവൻ വിരുന്നുകാരനെ പോലെയാണെന്നും അറിയപ്പെട്ട കാര്യമാണ്. വിരുന്നുകാരന് ലഭിക്കുന്ന ഭക്ഷണം ദാനം ചെയ്യാനോ പൂച്ചയെ പോലുള്ളതിന് ഭക്ഷിക്കാനോ പറ്റില്ല എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വ്യക്തമായി പറഞ്ഞതാണ്. നിർബന്ധമായ ഉദീഹിയത്ത് മുഴുവനും സക്കാത്തിന്റെ അവകാശികൾക്ക് നൽകൽ നിർബന്ധമാണെന്ന് പറഞ്ഞല്ലോ. അതിനാൽ സക്കാത്ത് വാങ്ങാൻ പാടില്ലാത്ത പ്രവാചക കുടുംബമായ അഹിൽ ബൈത്ത് നിർബന്ധമായ ഉദീഹിയത്തിൽ നിന്നും സുന്നത്തിൽ നിന്നും ധർമ്മം ചെയ്യൽ നിർബന്ധമായ അളവിൽ നിന്നും നൽകാൻ പറ്റില്ല എന്ന് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നു. സക്കാത്തിന്റെ അവകാശികളായി 8 വിഭാഗക്കാരിൽ നിന്ന് സക്കാത്ത് വാങ്ങുന്നവരുടെ നിബന്ധന ഇസ്ലാമും ഹാഷിമിയും മുത്തലിബിയും ആവാതിരിക്കലാണ്. നേർച്ച, പ്രായശ്ചിത്തം തുടങ്ങിയ നിർബന്ധമായ എല്ലാത്തിൻ്റെയും നിയമം ഇതാണ്. എന്നാൽ സുന്നത്തിന് ഈ നിയമം ബാധകമല്ല. തുഫ നിർബന്ധമായ ഉദീഹിയത്തും സുന്നത്തിൽ നിന്ന് ധർമ്മം ചെയ്യൽ നിർബന്ധമായ അളവും സ്വീകരിക്കൽ നബി കുടുംബത്തിന് നിഷിദ്ധമാണെന്ന് ഷെയ്ഖുന മുഹമ്മദ് റംലി റളിയല്ലാഹു അൻഹുയുടെ ഫത്വ അതിൽ പെടുന്നതാണ്. സുന്നത്തായ ഉദീഹിയത്തിന്റെ തോലി, കൊമ്പ് തുടങ്ങിയവ ഉദീഹിയത്ത് നിർവഹിച്ചവൻ ഉപയോഗിക്കുന്നതിന് വിരോധമില്ല. ബക്കറ്റ്, ചെരുഫ്, കുഫ തുടങ്ങിയ ഉപകരണങ്ങൾ ഉണ്ടാക്കാമല്ലോ. മറ്റുള്ളവർക്ക് വായ്പ കൊടുക്കുകയും ചെയ്യാം. സ്വന്തം ഉപയോഗിക്കുന്നില്ലെങ്കിൽ സദക്ക ചെയ്യണം. സദക്ക ചെയ്യലാണ് ഉത്തമം. നിർബന്ധ ഉദീഹിയത്താകുമ്പോൾ സ്വന്തം ഉപയോഗിക്കാൻ പറ്റില്ല. ഫക്കീർ, മിസ്കീനുകൾക്ക് സദക്ക ചെയ്യൽ നിർബന്ധമാണ്. ഉദീഹിയത്ത് സുന്നത്തായാലും വാജിബായാലും തോലി, കൊമ്പ് തുടങ്ങി ഉദീഹിയത്തിൽ നിന്നുള്ള യാതൊന്നും വിൽക്കാനോ അറവുകാരന് കൂലിയായി നൽകാനോ പറ്റില്ല. ഒരാൾ തൻ്റെ ഉദീഹിയത്തിന്റെ തോല് വിറ്റാൽ അവന് ഉദീഹിയത്ത് ലഭിക്കുകയില്ലെന്ന് ഹദീസിലുണ്ട്. ഉദീഹിയത്ത് അറുക്കപ്പെടുന്നതോടെ അതിൻ്റെ ഉടമസ്ഥാവകാശം അവന് നഷ്ടപ്പെട്ടു എന്നാണ് ഇസ്ലാമിക വീക്ഷണം.
ഫക്കീർ മിസ്കീൻ വിഭാഗത്തിൽപ്പെട്ടവർക്ക് തോല് നൽകപ്പെട്ടാൽ അവർക്ക് വിൽക്കാൻ അവകാശമുണ്ടെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. അറിവ് ജോലിക്കാർക്ക് കൂലിയുടെ ഭാഗമായി അല്ലാതെ സ്വതക്കയായി നൽകുന്നതിന് വിരോധമില്ല. ചില സ്ഥലങ്ങളിൽ ഉദുഹിയത്ത് നിർവഹിച്ചവർ തോല് വിറ്റ ആ പണം പള്ളി മദ്രസയിലേക്ക് നൽകുന്ന പതിവുണ്ട്. ആ വിൽപ്പന ഹറാമും ബാത്തിലുമാണ്. ഉദുഹിയത്ത് പ്രതിഫലം നഷ്ടപ്പെടാൻ ഇടയാവുകയും ചെയ്യും. നേർച്ചയിലൂടെയോ മറ്റോ അറുക്കൽ നിർബന്ധമായ മൃഗം പ്രസവിച്ച കുട്ടിയെ അറുക്കൽ നിർബന്ധമാണ്. നേർച്ചയാക്കി നിർണയിച്ചതാണെങ്കിലും അതിനെ ഞാൻ ഉദീഹത്താക്കി എന്ന് പറഞ്ഞ് നിർണയിച്ചതാണെങ്കിലും നിയമം മറ്റൊന്നല്ല. മൃഗം ചത്താലും കുട്ടി ഉദീഹത്തായി അവശേഷിക്കും. അപ്പോൾ അതിനെ അറുത്ത് മുഴുവൻ സദക്ക ചെയ്യൽ നിർബന്ധമാണ്. നിർബന്ധമായ മൃഗത്തിന്റെ കുട്ടിയെ അറുക്കുമ്പോൾ അതിൽ നിന്ന് അറുക്കുന്നവന് ഭക്ഷിക്കാമോ എന്നതിൽ വീക്ഷണ വ്യത്യാസമുണ്ട്. ഭക്ഷിക്കാമെന്ന അഭിപ്രായത്തെയാണ് ഇമാം റംലി റളിയല്ലാഹു അൻഹു പ്രബലമാക്കിയിരിക്കുന്നത്. എന്നാൽ അത് നിഷിദ്ധമാണെന്ന അഭിപ്രായമാണ് ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്കുള്ളത്. ഈ വീക്ഷണത്തെയാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പ്രബലമാക്കിയത് എന്ന് തൂഫയും ഷർവാനിയും പറയുന്നു. ഗർഭിണിയെ ഉദിയത്തറക്കാൻ പറ്റില്ലെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. എന്നിരിക്കെ കുട്ടിയുടെ കാര്യം ഇങ്ങനെ ഫുഖാഹിന്റെ ചർച്ചയിൽ വന്നു. ഈ സംശയത്തിന് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു മറുപടി നൽകിയത് ഇപ്രകാരം: ഇവിടെ ഗർഭിണി ഉദിയത്തായി സംഭവിച്ചു എന്ന് ഫുഖാക്കൾ പറയുന്നില്ല. പ്രത്യുത അവരുടെ സംസാരം കാണിക്കുന്നത് നേർച്ചയാക്കി ഗർഭിണിയെ നിർണയിച്ചാൽ അത് നിർണയമാകും എന്ന് മാത്രമാണ്. അപ്പറഞ്ഞതിൽ നിന്ന് ഉദീഹത്തായി സംഭവിച്ചു എന്ന് വരുന്നില്ല. മറ്റെന്തോ ന്യൂനതയുള്ളതിനെ നിർണയിച്ചാലും അതിന് അറുക്കൽ നിർബന്ധമാകുമല്ലോ. ഇനി അത് ഉദീഹത്തായി സംഭവിക്കുമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ നേർച്ചയാക്കിയ ശേഷം ഗർഭം ധരിച്ച് അറവിൻ്റെ മുമ്പ് പ്രസവിച്ചതിനെ കുറിച്ചാണ് അവരുടെ സംസാരം എന്ന് വെച്ചേ മതിയാകും. ഉദീഹത്തിൻ്റെ ഇറച്ചി അല്പം പോലും അറിവ് നിർവഹിച്ച നാട്ടിൽ വിതരണം ചെയ്യാതെ മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് തെറ്റാണ്. നിസ്സാരമല്ലാത്ത അല്പമെങ്കിലും അവിടെ നൽകിയിരിക്കണം. നിർബന്ധ ഉദീഹത്ത് മുഴുവൻ അവിടെ തന്നെ സദക്ക ചെയ്യണം. അല്പം പോലും മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ സുന്നത്തായ ഉദീഹത്തിൽ നിന്ന് സദക്ക ചെയ്യൽ നിർബന്ധമായ അളവൊഴിച്ച് ബാക്കിയുള്ളത് മറ്റു നാടുകളിലേക്ക് കൊണ്ടുപോകൽ അനുവദനീയമാണ്. ഒരു നാട്ടിൽ പല ജുമാ മഹല്ലുകൾ ഉണ്ടെങ്കിൽ ഒരു മഹല്ലിലെ ഉദീഹത്ത് മറ്റൊരു മഹല്ലിലേക്ക് നൽകുന്നതിന് വിരോധമില്ല. ആ നാടിൻ്റെ ഭാഗമായി പരിഗണിക്കപ്പെടാത്ത മറ്റൊരു നാട്ടിലേക്ക് നീക്കം ചെയ്യാൻ പാടില്ല എന്ന് മാത്രം. വിദേശത്തുള്ള വ്യക്തിക്ക് അവൻ്റെ നാട്ടിലും മറ്റൊരു നാട്ടിലും ഉദൂഹിയത്ത് കർമ്മം നിർവഹിക്കാൻ ആളെ ഏൽപ്പിച്ച് അറിവ് നടത്താവുന്നതാണ്. എന്നാൽ അറുക്കുന്നവൻ ഉദൂഹിയത്ത് അറുക്കുന്നിടത്ത് ഹാജരാവുക എന്ന സുന്നത്ത് അതിലൂടെ നഷ്ടപ്പെടും. ഈ വിഷയകമായി പല പണ്ഡിതന്മാരും പല രൂപത്തിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രബലമായ രീതി ഇത് തന്നെയാണ്. ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെ ഉദൂഹിയത്ത് സാധുവല്ല. ഉദൂഹിയത്ത് ഒരു ഇബാദത്തായതിനാൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി നിർവഹിക്കാൻ പറ്റില്ല. സമ്മതത്തോടെ പറ്റും. എന്നാൽ പിതാവ്, പിതാമഹൻ എന്നിവർ അവരുടെ ധനം ഉപയോഗിച്ച് രക്ഷാകർത്തത്തിലുള്ള കുട്ടിക്ക് ഉദൂഹിയത്ത് നിർവഹിക്കാം. കുട്ടിയുടെ ഫിത്ർ സക്കാത്തും അവർക്ക് നൽകാമല്ലോ. അതോട് താരതമ്യം ചെയ്തു വേണം ഇതിനെ കാണാൻ. നേർച്ചയിലൂടെ നിർണയിച്ച മൃഗത്തെ ഒരു അന്യ വ്യക്തി അറുത്തു എന്ന് വിചാരിക്കുക. എന്നാൽ നിർണിത മൃഗത്തെ അറുക്കപ്പെട്ടതായി പരിഗണിക്കപ്പെടും. മരിച്ചവർക്ക് വേണ്ടി ഉദൂഹിയത്ത് കർമ്മം നിർവഹിക്കൽ അവരുടെ വസിയത്ത് ഉണ്ടെങ്കിൽ മാത്രമേ സഹിയാവുകയുള്ളൂ. വസിയത്ത് ഉണ്ടെങ്കിൽ പറ്റും. വർഷാവർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഉദൂഹിയത്ത് അറുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിച്ചതായി പ്രബലമായ ഹദീസിൽ വന്നിട്ടുണ്ട്. തുഹ്ഫ 9/368. ഉദൂഹിയത്ത് ഉദ്ദേശിക്കുന്നവർ ദുൽഹജ്ജ് 1 മുതൽ പെരുന്നാൾ ദിവസങ്ങളിൽ അത് നിർവഹിക്കുന്നത് വരെ മുടി, നഖം, പല്ല് തുടങ്ങിയ ശരീരഭാഗങ്ങൾ ആവശ്യമില്ലാതെ നീക്കം ചെയ്യാതിരിക്കൽ സുന്നത്തും നീക്കുന്നത് ഷാഫി മദ്ഹബിൽ കറാഹത്തും ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെയും മറ്റു വീക്ഷണ പ്രകാരം ഹറാമുമാണ്. തലമുടി, താടി രോമം, കക്ഷരോമം, ഗുഹ്യരോമം, മീശ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇമാം ബുഖാരിയും മറ്റും നിവേദനം ചെയ്ത ഹദീസാണ് ഇതിന് പ്രമാണം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: നിങ്ങളിൽ ഒരാൾ ദുൽഹിജ്ജയുടെ മാസം കാണുകയും ഉദിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്താൽ അവൻ്റെ മുടിയും നഖങ്ങളും അവനെടുക്കരുത്. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണിത്. പ്രസ്തുത കാലയളവിൽ രക്തമെടുക്കലും കറാഹത്താണെന്ന് ഇമാം അസ്നവി റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിട്ടുണ്ട്. എന്നാൽ ബാഹ്യമായ ശരീരഭാഗങ്ങൾ നിലനിർത്തലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നും അങ്ങനെയുള്ള ഒന്നായി രക്തത്തെ കാണാൻ പറ്റില്ലെന്നും
അതിനാൽ അസ്നവി റളിയല്ലാഹു അൻഹുവിന്റെ പ്രസ്താവന ശരിയല്ലെന്നും ഇമാം ബുൽക്കൈനി പ്രസ്താവിച്ചിട്ടുണ്ട്. തുഹ്ഫത്തുൽ മുഹ്താജ് 9346. അറുക്കാൻ അറിയുമെങ്കിൽ പുരുഷൻ സ്വന്തമായി അറുക്കൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 100 ഉദ്ഹിയത്ത് ഒട്ടകത്തെ അറുത്തപ്പോൾ 53 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് അറുക്കുകയും ബാക്കിയുള്ളതിനെ അറുക്കാൻ അലി റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിക്കുകയും ചെയ്തുവെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നാൽ സ്ത്രീകൾക്കും നപുംസകത്തിന് മറ്റൊരാളെ ഏൽപ്പിക്കലാണ് ഉത്തമം. ഉദ്ഹിയത്തിന്റെ മസലകൾ അറിയുന്ന മുസ്ലിമിനെ ഏൽപ്പിക്കുന്നതാണ് കൂടുതൽ നല്ലത്. കുട്ടി, അന്ധൻ തുടങ്ങിയവരെ ഏൽപ്പിക്കൽ കറാഹത്താണ്. ആർത്തവകാരിയെയും നിശ്വാസകാരിയെയും ഏൽപ്പിക്കുന്നതിന് നല്ലതിൻ്റെ മാറ്റമാണെന്ന് ഇമാം റുയ്യാനി റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിരിക്കുന്നു. എവിടെ വെച്ചും അറക്കാമെങ്കിലും ഭരണാധികാരി അല്ലാത്തവർ സ്വന്തം വീടിൻ്റെ പരിസരത്ത് വെച്ച് വീട്ടുകാരുടെ സാന്നിധ്യത്തിൽ വെച്ച് അറവ് നിർവഹിക്കലാണ് ഉത്തമം. വീട്ടുകാർക്ക് അറവ് കൊണ്ട് സന്തോഷിക്കാനും മാംസം പ്രയോജനപ്പെടുത്താനും അതാണല്ലോ നല്ലത്. ഭരണാധികാരി മുസ്ലിങ്ങളുടെ പേരിൽ അറക്കുമ്പോൾ നിസ്കാരത്തിൻ്റെ ഉടനെ മുസല്ലയിൽ വെച്ച് അറക്കാവുന്നതാണ്. ഇനി ഉദ്ഹിയത്ത് അറുക്കാൻ നേർച്ചയാക്കിയാൽ ദുൽഹജ്ജ് 10, 11, 12, 13 തീയതിക്കുള്ളിലായി അതിനെ അറുത്ത് സക്കാത്ത് വാങ്ങാൻ അവകാശികളായ ഫക്കീർ, മിസ്കിൻ എന്നീ വിഭാഗങ്ങൾക്ക് വിതരണം ചെയ്യൽ നിർബന്ധമാണ്. സക്കാത്തിന്റെ മറ്റ് 6 വിഭാഗങ്ങൾക്ക് അത് നൽകാൻ പറ്റില്ല. അതിൽ നിന്ന് യാതൊന്നും അറുക്കുന്നവൻ എടുക്കുവാനോ സമ്പന്നർക്ക് നൽകുവാനോ പറ്റില്ല. വാചകമില്ലാതെ ഉദ്ഹിയത്ത് അറുക്കണമെന്ന് നിയ്യത്ത് കൊണ്ട് മാത്രം അറിവ് നിർബന്ധമാകില്ല. വാചകമുണ്ടായാലേ നേർച്ചയായി പരിഗണിക്കപ്പെടും. നിബന്ധനകൾ ഒത്തിണങ്ങിയ മൃഗത്തെ നേർച്ചയാക്കിയതിന് ശേഷം അവന്റെ വീഴ്ച മൂലമല്ലാത്ത ന്യൂനത വന്നാൽ സമയമാകുമ്പോൾ അതിനെ അറുത്ത് വിതരണം ചെയ്താൽ മതി. മറ്റൊന്നും ചെയ്യേണ്ടതില്ല. ഉദ്ഹിയത്ത് ലഭിക്കുകയും ചെയ്യും. നിശ്ചിത മൃഗത്തെക്കുറിച്ച് ഇതിനെ ഞാൻ ഉദ്ഹിയത്ത് അറുക്കാൻ നേർച്ചയാക്കിയത് ഉദ്ഹിയത്താണ് തുടങ്ങിയ വാക്കുകൾ പറഞ്ഞാൽ ആ മൃഗത്തെ തന്നെ അറിവ് നടത്തണമെന്ന് പറഞ്ഞല്ലോ. ഉദ്ഹിയത്തിന്റെ സമയമാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഉദ്ഹിയത്ത് അറുക്കാൻ സൗകര്യപ്പെടുന്നതിന് മുമ്പ് അവന്റെ വീഴ്ചയല്ലാതെ ആ മൃഗം നശിക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്താൽ പകരമൊന്നും നിർബന്ധമില്ല. തുഹ്ഫ. ഉദ്ഹിയത്ത് നേർച്ചയാക്കിയാൽ സുന്നത്തായ ഉദ്ഹിയത്തിനല്ലാത്ത ചില നിയമങ്ങൾ ബാധകമാണെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. പൊതുവെ നേർച്ചയുടെ മാനദണ്ഡങ്ങൾക്ക് വിധേയമല്ലാത്ത ചില വാചകങ്ങൾ മുഖേനയും ഉദ്ഹിയത്ത് നിർബന്ധമാകുന്നതും നേർച്ചയുടെ വിധികൾ ബാധകമാകുന്നതുമാണ്. ഉദാഹരണമായി ഒരു നിശ്ചിത മൃഗത്തെക്കുറിച്ച് ഇത് ഉദ്ഹിയത്താണ് എന്ന് ഉടമസ്ഥൻ പറയുന്നതോടെ അതിനെ അറുക്കൽ നിർബന്ധമാകുകയും നേർച്ചയുടെ വിധികൾ അതിന് ബാധകമാകുന്നതുമാണ്. വിശ്വാസപരമായി അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനോട് എതിരായവരാണ് മുബ്തദികൾ. വിശ്വാസപരമായ കാര്യങ്ങൾ അഹ്ലു സുന്നയോട് എതിരായവൻ മുബ്തദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും അവരുടെ പിൻഗാമികളും വിശ്വസിച്ച കാര്യങ്ങൾ വിശ്വസിക്കുന്നവരാണ് അഹ്ലു സുന്ന. പിൽക്കാലത്ത് അബുൽ ഹസൻ അശ്ശരി റളിയല്ലാഹു അൻഹു, അബു മൻസൂർ മാതുരീദി റളിയല്ലാഹു അൻഹും അവരുടെ അനുയായികളുമാണ് അഹ്ലു സുന്നയുടെ വിവക്ഷ. മുബ്തദി 2 വിഭാഗമുണ്ട്. വിദ്വത്ത് മുഖേന കാഫിറായവരും അല്ലാത്തവരും. 1-ാം വിഭാഗത്തിൽപ്പെട്ട മുബ്തദി അറുത്തത് ഭക്ഷിക്കൽ അനുവദനീയമല്ല. 2-ാം വിഭാഗത്തിൽപ്പെട്ടവരുടെ അറിവ് സഹീഹും അവർ അറുത്തത് ഭക്ഷിക്കൽ ഹലാലുമാണ്. അവർ നൽകുന്ന ഉദ്ഹിയത്ത് സ്വീകരിക്കുന്നത് ബിദ്അത്ത് പ്രചരിക്കാൻ കാരണമാകുമെങ്കിൽ വാങ്ങാൻ പാടില്ലാത്തതും അത് ഉപയോഗപ്പെടുത്തി അഹ്ലു സുന്നയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ വാങ്ങിക്കാവുന്നതുമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഉദ്ഹിയത്ത് സംബന്ധമായി നാം മനസ്സിലാക്കാനുള്ളത്. ഇത് ഉദ്ഹിയത്ത് അറുക്കുന്നവർ, വരും തലമുറകളിൽ അറുക്കാൻ ഉദ്ദേശിക്കുന്നവർ വരും കാലങ്ങളിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സൽക്കർമ്മമായി അള്ളാഹു എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.